വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യം കർത്താവേ ഇവിടെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതേ കർത്താവേ, അവിടുന്ന് ആദ്യനും അന്തിനുമായിട്ടുള്ള ആ സർവശക്തനായ ദൈവം, സർവത്തെ സൃഷ്ടിച്ചവനായ ആ പരമാധികാരിയായിട്ടുള്ള സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ മുട്ടുമടക്കുവാൻ സാധിക്കുന്ന എത്ര വലിയ ഭാഗ്യപദവിയാണ് കർത്താവേ. അതിശയം ചെയ്യുന്ന ദൈവം, ഞങ്ങളുടെ ഉള്ളിൽ സന്തോഷം തന്ന ദൈവം, ഞങ്ങളെ നടത്തുന്ന കർത്താവേ, ഞങ്ങളെ ചേർപ്പാനായിട്ട് വേഗം വരുന്ന നിത്യരാജാവ്, വീരനാം ദൈവം, അത്ഭുത മന്ത്രി കർത്താവേ, ഇത്ര വലിയ ദൈവത്തെ ആരാധിക്കുവാൻ തന്ന വലിയ അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അവിടുത്തെ വചനങ്ങൾ കർത്താവേ, ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്തതായിട്ടുള്ള അവിടുത്തെ തിരുവചനം കർത്താവേ, അതിന്റെ ആഴങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളെ കർത്താവെ അവിടുന്ന് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നതിന്റെ ആഴങ്ങള് കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതിന്റെ ആഴങ്ങള് കർത്താവെ, അത് കണ്ട് ഞങ്ങൾ മാനസാന്തരപ്പെട്ട് ഞങ്ങള് കൂടുതലായിട്ട് സമ്പൂർണ്ണമായിട്ട് അവിടത്തേക്ക് ജീവനുള്ള യാഗമായിട്ട് അധികമായിട്ട് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് നൽകുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സഹായിക്കണം. കർത്താവെ അവിടുത്തെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം എത്തി. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കോട്ടേജ് മീറ്റിംഗ്സിൽ സാധാരണ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വാക്യപ്രതിവാക്യമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വരികയാണ്. വാക്യപ്രതിവാക്യമായിട്ട് വാക്ക് പ്രതി വാക്കായിട്ട് വേർഡ് ബൈ വേർഡ് ആയിട്ടൊക്കെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് ചിന്തിച്ച് നമ്മളിപ്പം യോഹന്നാൻ 19-ാം അധ്യായത്തിന്റെ അതിന്റെ 31 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന് 31 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. അവിടെ നമ്മൾ വായിച്ചു നിർത്തിയെന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ ക്രൂശീകരണം, കർത്താവിനെ ക്രൂശിക്കാനായിട്ട് കർത്താവ് തന്നെ മരിക്കാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഈവൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടായിരുന്നു. ഹി ഗേവ് അപ്പ് ഹിസ് സ്പിരിറ്റ്. 30-ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിച്ചേ? കർത്താവ് എല്ലാം നിവൃത്തിയായി, യേശു പുളിച്ചു വീഞ്ഞ്, 30-ാമത്തെ വാക്യം യോഹന്നാൻ 19:30 യേശു പുളിച്ചു വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അല്ലായിരുന്നെങ്കിൽ കർത്താവിനെ പാപം ലവലേശം ഏശാത്ത ആ കർത്താവിനെ മരണത്തിനൊരിക്കലും ഗ്രസിക്കാൻ സാധിക്കത്തില്ല. മരണം എന്ന് പറയുന്നത് പാപത്തിന് ശേഷം വന്നൊരു കാര്യമാണ്. എന്നാൽ യേശു മരിക്കാനായിട്ട് ആത്മാവിനെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ അവിടെ വ്യക്തമായിട്ട് അവിടെ കാണുന്നത്. അത് തന്നെ നമ്മൾ ആ യോഹന്നാൻ 10-ാം അധ്യായത്തിലെ ആ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടായിരുന്നു. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അത് ആരിൽ നിന്നും എന്റെ ജീവൻ ആരും എന്നിൽ നിന്ന് എടുക്കുന്നില്ല. നോ വൺ ഹാസ് ടേക്കൺ അവേ. 18-ാമത്തെ വാക്യം യോഹന്നാൻ 10-ന്റെ 18-ാമത്തെ വാക്യത്തിൽ ആരും അതിനെന്ന് പറഞ്ഞാൽ തന്റെ പ്രാണനെ, ആരും ജീവനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സാക്ട് ആയിട്ട് പറഞ്ഞാൽ തന്റെ പ്രാണനെ, സൈക്കി സുഖെ എന്നുള്ള വാക്ക്, ആരും എന്റെ പ്രാണനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കുവാൻ അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. അത് കർത്താവ് തന്റെ സ്വയജീവനെ കൊടുക്കുന്ന അതിന്റെ ആ ഒരു കാര്യമായിട്ട് നമുക്ക് ആ ഒരു 2 ഷെയ്ഡ്സ് ഓഫ് മീനിങ് ആ വാക്യത്തിനുണ്ട്. കർത്താവിന്റെ സ്വന്തമായിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. കർത്താവ് ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് വന്നപ്പോൾ തന്റെ പ്രാണൻ, തന്റെ സ്വന്തം ഇഷ്ടം തന്റെ സ്വന്തം ഇഷ്ടത്തെ പിതാവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അധിക ശക്തിയോടെ പിതാവിൽ നിന്ന് അഭിഷേകത്തിന്റെ നിറവോടെ കർത്താവ് ജീവിച്ചു നമുക്ക് മാതൃകയായിട്ട്. പിന്നെ ക്രൂസില് ആത്യന്തികമായിട്ട് കർത്താവ് തന്റെ ജീവനെ തന്നെ, തന്റെ ശാരീരിക ജീവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യം, അത് തല ചായ്ച്ചെന്നുള്ള ആ ഒരു വാക്കൊക്കെ നമ്മൾ വായിച്ചു. ബൗഡ് ഹിസ് ഹെഡ് ആൻഡ് ഗേവ് അപ്പ് ഹിസ് സ്പിരിറ്റ്. തല ചായ്ച്ച്, ക്ലിനോ എന്നുള്ളൊരു വാക്ക് ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ കർത്താവ് അവിടെ തല കുനിച്ച് അല്ലെങ്കിൽ തല തൂക്കിയിട്ട്, നോട്ട് ഹാങ്ങിങ് ഹിസ് ഹെഡ് ഇൻ ഷെയിം ബട്ട് റാദർ റിക്ലൈനിങ് ഹിസ് ഹെഡ് എന്ന് പറഞ്ഞാല് തല ചായ്ച്ച ഒരാള് പില്ലോയിൽ ഉറങ്ങുന്നത് പോലെ മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ മണ്ണിനിടവില്ലെന്ന് കർത്താവ് മത്തായി 8:20 ലൂക്കോസ് 9:58 ഒക്കെ പറയുമ്പോഴും ആ ക്ലിനോ എന്നുള്ള ആ തല ചായ്ക്കുക എന്നുള്ള അതേ ഗ്രീക്ക് പദം തന്നെയാണ് പരിശുദ്ധാത്മാവ് ഇവിടെയും തല ചായ്ച്ചെന്നുള്ളൊരു കാര്യം. അതായത് അവിടെ റിക്ലൈനിങ്, അതായത് യോഹന്നാൻ യേശുവിന്റെ മാർവോട് ചാരി എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ പിതാവിന്റെ മാർവോട് ചാരിയിരിക്കുന്ന, മടിയിലിരിക്കുന്ന അല്ലെങ്കിൽ പിതാവിന്റെ മാർവോട് ചാരിയിരിക്കുന്ന ഏകപുത്രൻ എന്നൊക്കെ നമ്മള് യോഹന്നാൻ 1:18 വായിക്കുന്നത് പോലെ പിതാവിന്റെ മാർവോട് ചാരിയായിരുന്നു കർത്താവ് എല്ലായ്പ്പോഴും തന്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ ക്രൂസിൽ നമ്മളുടെ പാപത്തിന്റെ ശിക്ഷയ്ക്കായിട്ട് 3 നാഴിക നേരം നരകാഗ്നി സഹിച്ചപ്പോൾ മാത്രമേ പിതാവിൽ നിന്ന് വേർപെട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിതാവിനോടുള്ള ആ ഒരു കണക്ഷനിലേക്ക് കർത്താവ് വന്നു. അപ്പം വേർപെട്ട സമയത്ത് എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നതെന്ന്
എന്നാൽ അതിനുശേഷം ആ 3 നാഴിക നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞ് 3 മണി നേരം ആയപ്പോഴത്തേക്കും ആ കണക്ഷൻ വീണ്ടും കണക്റ്റഡ് ആയി, എല്ലാം നിവൃത്തിയായി. അപ്പോഴത്തേക്കും എല്ലാ കണക്ഷൻ വന്നു. അപ്പോഴാ ഫാദർ ഐ ഗീവ് അപ്പ് മൈ സ്പിരിറ്റ് എന്ന് പറഞ്ഞ് നമ്മളത് ഞാൻ എന്റെ ആത്മാവിനെ നേരെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്നുള്ള ലൂക്കോസ് 23 നമ്മളത് വായിച്ചായിരുന്നു. അത് അവിടെ പിതാവി എന്ന് തന്നെ കർത്താവ് വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെ, ലൂക്കോസ് 23:46 വാക്യം, 23:46 എന്ന് പറഞ്ഞാൽ 23:46 അങ്ങനെ വേണമെങ്കിൽ വേഴ്സ് ഓർക്കണമെങ്കിൽ 23:46 യേശു അത്യുച്ചത്തിൽ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അതുവരെ എന്ത് ദൈവമേന്നെ അതിനു മുമ്പ് വിളിച്ചുള്ളൂ. തന്നെ അവിടെ ഇരുട്ടിലായിരുന്നപ്പോൾ നരകാഗ്നി, നമുക്ക് വേണ്ടിയുള്ള നിത്യമായിട്ടുള്ള നരകാഗ്നി കർത്താവ് സഹിക്കുമ്പോൾ എന്റെ ദൈവമേ എന്ന കർത്താവ് വിളിച്ചത്. എന്നാൽ ഇപ്പോ കർത്താവ് വീണ്ടും പിതാവേ എന്ന് വിളിക്കുന്ന കാര്യം നമ്മളവിടെ 46 വാക്യത്തിൽ പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ, ഇവിടെ പിതാവേ എന്നുള്ളത് കർത്താവ് അവിടെ ആഡ് ചെയ്യുക. എന്നാൽ 46 വാക്യം യഥാർത്ഥത്തില് അത് സങ്കീർത്തനം 31:5 പിതാവേ എന്നുള്ള വാക്കില്ല. ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് മാത്രമേ സങ്കീർത്തനം 31:5 എന്ന പിതാവേ എന്ന് കർത്താവ് ആഡ് ചെയ്തുകൊണ്ട് ആ വചനം കർത്താവ് കോട്ട് ചെയ്യുക. കർത്താവിന്റെ ജീവിതത്തിൽ അത് അനർത്ഥമായിട്ട് ആ വചനവും നിവൃത്തിയായി. ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പോർഷനിൽ നിന്ന് നമ്മള് 1-2 കാര്യം വിട്ടുപോയത് കൊണ്ട് ഞാനിന്ന് പറയുവാണെങ്കിൽ, കർത്താവിന്റെ ട്യൂണിക്ക്, അതായത് കർത്താവിന്റെ ആ വസ്ത്രം 23 വാക്യത്തില് തിരിച്ച് നമ്മളെ യോഹന്നാൻ 19:23 പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം എടുത്ത് ഓരോ പടയാളിക്കായിട്ട് കർത്താവിന്റെ ആ ഔട്ടർ ഗാർമെന്റ്സ് 4 പടയാളികളായിട്ട് 4 പങ്കാക്കി. അവര് അപ്പൊ 4 പടയാളികളാണ് കർത്താവിനെ ക്രൂശിക്കുന്നതിന്റെ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിലും 4 പങ്കാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് അങ്കിയും എടുത്ത്, അങ്കിയോ തുന്നലില്ലാതെ മേൽ തൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു എന്നുള്ളൊരു കാര്യം വായിക്കുന്നുണ്ട്. അപ്പം അത് കർത്താവിന് ആരോ, കർത്താവിന് അമ്മയോ ആരെങ്കിലും നെയ്തു കൊടുത്തതായിരിക്കാം. എന്നാൽ അത് മഹാപുരോഹിത വസ്ത്രത്തിന്റെ, അതായത് പഴയ നിയമത്തിലെ മഹാപുരോഹിതന്റെ വസ്ത്രത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 28 അധ്യായത്തില് കർത്താവിന്റെ ആ ഒരു വസ്ത്രം, അത് മഹാപുരോഹിതന്റെ വസ്ത്രത്തെ ഓർപ്പിക്കുന്ന ഒരു വസ്ത്രമാണെന്നുള്ളൊരു കാര്യം, കർത്താവ് നമുക്ക് വേണ്ടി മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ പുറപ്പാട് പുസ്തകം 28 അധ്യായത്തിന്റെ 31 വാക്യത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അവിടെ പുരോഹിതന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ വായിക്കുന്നേ, അതായത് പുറപ്പാട് പുസ്തകം 28:31 എഫോദിന്റെ അങ്ക് മുഴുവനും നീല നൂല് കൊണ്ട് ഉണ്ടാക്കണം. അതിന്റെ നടുവിൽ തല കടക്കുവാൻ ഒരു ദ്വാരം വേണം. ദ്വാരത്തിന് നെയ്ത്തുപണിയായ ഒരു നാട ചുറ്റിലും വേണം. അത് കീറിപ്പോകാതിരിക്കുവാൻ കവചത്തിന്റെ ദ്വാരം പോലെ അതിന് ഉണ്ടായിരിക്കണം. അതും ഇങ്ങനെ ഒറ്റ സീംലെസ് ആയിട്ട് ഒറ്റ ഇതായിട്ട് നെയ്തെടുക്കുന്ന ഒരു വസ്ത്രമാണ് പുരോഹിതന്റെ വസ്ത്രം എന്നുള്ളൊരു കാര്യം. അത് യേശു നമുക്ക് വേണ്ടിയുള്ള ഒരു മഹാപുരോഹിതനാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ അത് ഇതൊക്കെ വചനത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നാൽ അതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൗതുകരമായിട്ട് കർത്താവിൽ ഇതെല്ലാം പൂർത്തിയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുമ്പോൾ അത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ വായിക്കുന്ന വേറൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച പോഷണത്തിന് 29 വാക്യത്തിൽ കർത്താവ് പുളിച്ച് വീഞ്ഞ് കുടിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 29 വാക്യം, അവിടെ പുളിച്ച് വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പുളിച്ച് വീഞ്ഞ് കുടിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മള് പരിശുദ്ധാത്മാവിന് നിറവാകുന്ന പുതുവീഞ്ഞ് കുടിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളൊരു എക്സ്ചേഞ്ച് അവിടെ നടന്നെന്നുള്ള കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. ക്രൂസില് പല എക്സ്ചേഞ്ച് നടന്നിട്ടുള്ളതായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്താ, കർത്താവ് നമുക്ക് വേണ്ടി മുൾമുടി സഹിച്ചു, നമ്മള് ജീവന്റെ കിരീടം ധരിക്കേണ്ടതിനായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചു. കർത്താവിന്റെ വസ്ത്രം എടുക്കപ്പെട്ടു. നമ്മള് രാജകീയ പുരോഹിത വസ്ത്രവും അതുപോലെ തന്നെ ആ ഒരു ഹോൾ ആമർ ഓഫ് ഗോഡ്, സർവായുധ വർഗവും ആ ഒരു മണവാട്ടി വസ്ത്രവും ദൈവത്തിന്റെ നീതിയങ്കിയും എല്ലാം, കർത്താവിന്റെ നീതിയങ്കിയും എല്ലാം നമുക്ക് ലഭിക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ വസ്ത്രം എടുക്കപ്പെട്ടു. കർത്താവ് നമുക്ക് വേണ്ടി ദരിദ്രനായി ക്രൂസിൽ നമ്മള് ആത്മീയമായിട്ട് സമ്പന്നരാകേണ്ടതെന്നുള്ള വാക്യമൊക്കെ നമ്മൾ 2 കൊരിന്ത്യരിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിലും കർത്താവ് ഇരുട്ടിലായി, ക്രൂസിൽ കർത്താവ് ഇരുട്ടിലായി നാം ജീവന്റെ വെളിച്ചത്തിലേക്ക് വരേണ്ടതിനായിട്ട്. കർത്താവ് പിതാവിൽ നിന്ന് വേർപെട്ടു, നാം പിതാവിനോടുള്ള കൂട്ടായ്മയിലേക്ക് വരാൻ വേണ്ടി. ആ വേർപാട്, കൂട്ടായ്മ എല്ലാം ഒരു ഓപ്പോസിറ്റ്സ് നടന്നു, കർത്താവ് ഒരു എക്സ്ചേഞ്ച് നടക്കുമായിരുന്നു. അതുപോലെ കർത്താവ് പുളിച്ച് വീഞ്ഞ് കുടിച്ചത് ആ പുതുവീഞ്ഞ്, നമ്മള് പുതുവീഞ്ഞ് എന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ 2 അധ്യായത്തില് പുതുവീഞ്ഞിനെ കുറിച്ച് ഒരു
പ്രയോഗം, ഒരു മെൻഷൻ, ഒരു പ്രതിപാദനം ഉള്ളത് നമുക്ക് അറിയാം. എവിടെ? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ വചനം അറിയാവുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. പെന്തക്കോസ്ത് നാളിനെ കുറിച്ച് അവിടെ പറയുന്നത്. പെന്തക്കോസ്ത് നാളില് അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സംസാരിച്ചപ്പോ അതിന്റെ 13-ാമത്തെ വാക്യത്തില് ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. അവര് പരിഹസിച്ച് പറഞ്ഞതാ. എങ്കിലും യഥാർത്ഥത്തില് ആത്മീയമായിട്ട് പറയുവാണെങ്കിൽ യഥാർത്ഥത്തിൽ അവരൊരു പുതുവീഞ്ഞിന്റെ അനുഭവമായിരുന്നു. കർത്താവ് തന്നെ ആ പുതുവീഞ്ഞിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പലയിടത്തും വചനത്തില് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ അവസാനം കർത്താവ് പഴയ വീഞ്ഞ് പഴയ തുരുത്തിയിലായിരിക്കണം, പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ വെച്ചില്ലെങ്കിൽ തുരുത്തിയെല്ലാം കീറിപ്പോകും, വീഞ്ഞെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ലൂക്കോസ് 5-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെയും കർത്താവ് എന്താ പറയുന്നത്? 37-ാമത്തെ വാക്യത്തില് എന്താ വായിക്കുന്നത്? ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറില്ല, പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും. അപ്പൊ നമുക്ക് ഒരു പുതുവീഞ്ഞ് തരാൻ വേണ്ടി യേശു കർത്താവ് വന്നേ. അപ്പൊ ലൂക്കോസ് 5-ന്റെ 37-ാമത്തെ വാക്യം, കർത്താവ് നമുക്ക് ഒരു പുതുവീഞ്ഞ് മാത്രമല്ല ഒരു പുതിയ തുരുത്തിയും കൂടെ തരാൻ വേണ്ടിയാ കർത്താവ് വന്നത്. നമ്മള് സാഗ്ബറിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് കേട്ടിട്ടുള്ളത് പോലെ ആ പുതുവീഞ്ഞെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ന്യൂ കവനന്റ് ലൈഫ്. പുതിയ ഉടമ്പടിയിലുള്ള യേശുവിന്റെ ജീവൻ, യേശു ജീവിച്ചതുപോലെയുള്ള കർത്താവിന്റെ ജീവൻ, കർത്താവിന്റെ ദിവ്യ സ്വഭാവം, കർത്താവിന്റെ സ്നേഹം, സന്തോഷം, സമാധാനം, കർത്താവിന്റെ സ്വഭാവം, കൃപയും സത്യം നിറഞ്ഞായുള്ള കർത്താവിന്റെ ആ പുതു ഉടമ്പടിയിൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ ദിവ്യ സ്വഭാവം, ഡിവൈൻ നേച്ചർ, ആ കർത്താവിന്റെ ജീവൻ, അതാണ് പുതുവീഞ്ഞ്. അത് എവിടെ പകരണം എന്ന് ചോദിച്ചാൽ പഴയ യഹൂദ സമ്പ്രദായങ്ങള് കൊണ്ട് അവര് ഒരു ഓൾ കവനന്റ് ഉണ്ടായിരുന്നു, പഴയ ഒരു തുരുത്തി ഉണ്ടായിരുന്നു. പഴയ ഉടമ്പടിയില് അവരുടെ പല ആചാരങ്ങളും സമ്പ്രദായങ്ങളും എല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു പഴയ തുരുത്തി ഉണ്ടായിരുന്നു. ആ പഴയ തുരുത്തിയിലേക്ക് ഈ പുതുവീഞ്ഞ് പകർന്നാല് നമ്മളത് അതിന്റെ ആ ഒരു അക്ഷരികമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ പുതുവീഞ്ഞാവുമ്പോൾ അത് വീണ്ടും അത് ഫെർമെന്റ് ചെയ്ത് അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യും. പഴയ തുരുത്തി എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഫുൾ എക്സ്പാൻഡഡ് ആയിട്ടുള്ള തുരുത്തിയാണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്ത് അതങ്ങ് പൊട്ടിപ്പോകും. ഇന്ന് കർത്താവ് ആ ഒരു ഉദാഹരണം അന്ന് യഹൂദന്മാർക്ക് വീഞ്ഞിന്റെ, ഇപ്പൊ നമ്മുടെ അടുത്ത് കരിക്കമ്പള്ളത്തിന്റെ എക്സാമ്പിൾ, നാളികേരത്തിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞാൽ, മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നത് പോലെ ചക്കക്കറ മാറണമെങ്കിൽ ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് നാടൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കത്തുന്ന് പറഞ്ഞതുപോലെ അന്ന് യഹൂദന്മാർക്ക് മനസ്സിലാവുന്ന ഈ ഒരു അവരാണെങ്കിൽ ഈ വീഞ്ഞ് തുരുത്തിയിൽ പകരും. അപ്പം തുരുത്തിയിൽ പകരുമ്പോൾ പുതിയ തുരുത്തിയാണെങ്കിൽ ഈ വീഞ്ഞ് എക്സ്പാൻഡ് ചെയ്യുന്ന, വീഞ്ഞിന്റെ അളവ് ഫെർമെന്റ് ചെയ്ത് വീഞ്ഞങ്ങ് ഇപ്പം അപ്പമൊക്കെ പൊങ്ങി വരുന്നു, അപ്പത്തിന്റെ മാവൊക്കെ പൊങ്ങി വരുന്നു പറഞ്ഞതുപോലെ ഈ വീഞ്ഞ് ഇതുപോലെ അങ്ങ് പൊങ്ങി വരുമ്പോഴത്തേക്കും ഈ പുതിയ തുരുത്തിയാണെങ്കിൽ തുരുത്തി അതുപോലെ എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ പഴയ തുരുത്തി എന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി എക്സ്പാൻഡ് ചെയ്തതാ പഴയ തുരുത്തി. അപ്പൊ അതിനകത്ത് ഈ പുതു വീഞ്ഞെടുത്ത് ഒഴിച്ചാല് അത് പിന്നെയും കൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ പൊട്ടിപ്പോവും. അപ്പൊ ആ ഒരു കാര്യം കർത്താവ് പറഞ്ഞ ആ ഒരു പുതിയ വീഞ്ഞ്, അതായത് കർത്താവ് നമുക്ക് തരുന്ന ആ ഒരു പുതിയ വീഞ്ഞ് എന്ന് പറഞ്ഞാൽ ആ ഒരു ന്യൂ കവനന്റ് ലൈഫ്, അതായത് പുതിയ ഉടമ്പടിയിൽ ഒരു ജീവിതം, അത് ഒരു പുതിയ തുരുത്തി എന്ന് പറയുന്നത് പുതിയ നിയമസഭയാണ് പുതിയ തുരുത്തി എന്ന് പറയുന്നത്. അത് സാഗ്ബർ നമ്മൾ പലപ്പോഴും ആ സാഗ്ബറിന്റെ തന്നെ ഒരു പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ നിന്നുള്ള ആ ഒരു പുസ്തകത്തിൽ തന്നെ, പിന്നെ അതിന്റെ പല ലേഖനങ്ങളിലൊക്കെയും പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു നമുക്ക് ഇന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം പഴയ സമ്പ്രദായങ്ങളിലും പഴയ പാരമ്പര്യങ്ങളിലും പഴയ പഴയ സമ്പ്രദായങ്ങൾ വെച്ചാൽ സാമുദായിക സഭകളില് പഴയ നിയമപ്രകാരമുള്ള പൗരോഹിത്യവും ദശാംശവും അച്ഛന്മാര് പാസ്റ്റർമാര് അങ്ങനെയൊക്കെയുള്ള ആ ഒരു വചനപ്രകാരം അല്ലാതെ വചനവിരുദ്ധമായിട്ടുള്ള 100,000 കാര്യങ്ങളുള്ള കുറെ പാരമ്പര്യങ്ങളുടെ ആ ഒരു ചട്ടക്കൂടിനകത്തോട്ട് നമ്മൾ ഈ പുതിയ ഉടമ്പടിയിലെ ജീവിതപ്രകാരം കർത്താവിനെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മള് നോക്കാൻ പോവുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, ഈ പുതു വീഞ്ഞെല്ലാം കൂടെ അത് സ്പിരിറ്റ് ആയി പോകും. അതാ നമ്മള് അവിടെ അത് നമ്മൾ വായിക്കുന്ന 38-ാമത്തെ വാക്യത്തില് പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടത്. പക്ഷേ പലരും പിന്നെ ക്രിസ്ത്യ ലോകത്ത് തന്നെ പലരും എന്താ പറയുന്നത്, പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല, പഴയത് ഏറെ നല്ലത് എന്ന് പറയും. ഓൾഡ് ഈസ് ഗുഡ് ഇനഫ്. ചിലർ പറയുമോ ഞങ്ങൾക്ക് പഴയതൊക്കെ തന്നെ മതിയോ, ഞങ്ങള് അപ്പനപ്പന്മാരുടെ മുതുമുത്തച്ഛന്മാരുടെ കാലം മുതലേ ഞങ്ങൾ ഈ സഭയില്, അതുകൊണ്ട് ഞങ്ങൾ മരിച്ചാലും ഈ സഭയിൽ ഞങ്ങൾ അടയ്ക്കാൻ മതി, എന്റെ ഇന്ന ആളുടെ അടുത്തുള്ള കല്ലറയിൽ എന്നെ അടയ്ക്കാൻ മതി. അതുകൊണ്ട് ഞങ്ങളുടെ അപ്പനപ്പന്മാരുടെ കാലം മുതലേ ഞങ്ങൾ ഇങ്ങനെ ശീലിച്ചു വന്നത്, ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്നത്, ഞങ്ങൾ ഇങ്ങനെ
ആരാധിച്ച് വന്നത് എന്ന് പറഞ്ഞ് പലരും എന്താ നോ വൺ ആഫ്റ്റർ ഡ്രിങ്കിങ് ദ ഓൾഡ് വൈൻ, ഈ ഓൾഡ് വൈൻ തന്നെ പഴയ വീഞ്ഞ്, ആ പഴയ ചട്ടക്കൂട്, പഴയ ന്യായപ്രമാണം, അത് കുർബാന സ്വീകരിക്കുന്നു, കുമ്പസരിക്കുന്നു, അല്ലെങ്കിൽ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, അതുപോലുള്ള ഒത്തിരി വചനവിരുദ്ധമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളും, പിന്നെ ഈവൻ വേർപെട്ട സഭകൾ എന്ന് പറയുന്നതിൽ തന്നെ ഉള്ള പല പാരമ്പര്യങ്ങളും, വചനവിരുദ്ധമായിട്ടുള്ള പല പാരമ്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു പഴയ സെറ്റപ്പിൽ അങ്ങ് ഒരു കംഫർട്ടായിട്ട് ആ പഴയ വീഞ്ഞ് കുടിച്ചിട്ട്, ഇതൊക്കെ ഇതൊക്കെ തന്നെ മതി, എല്ലാവരും ഞങ്ങളുടെ അപ്പനമ്മമാരുടെ കാര്യം മുതൽ ഇതെല്ലാം കുടിച്ചല്ലേ ജീവിച്ചേ, അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇത് തന്നെ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ കർത്താവ് നമുക്ക് എന്ത് പകരാനാ വന്നിരിക്കുന്നത്? ആ പഴയ വീഞ്ഞ് മാറ്റി, പഴയ വീഞ്ഞ് തീരുന്നെടുത്ത കർത്താവ് ഒരു പുതുവീഞ്ഞ്, കാനായിലെ കല്യാണത്തിന് കർത്താവ് പുതുവീഞ്ഞിന്റെ അനുഭവം അവർക്ക് കൊടുത്തെന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവ് പകരുന്ന യേശുവിന്റെ ജീവൻ അത് ഒരു പുതിയ തുരുത്തിൽ എന്ന് പറഞ്ഞാല് വചനപ്രകാരമുള്ള ആ ഒരു സഭയില് ദൈവത്തിന്റെ വചനത്തില് എന്ത് പാറ്റേൺ ആണോ ആയിരിക്കുന്നത്, ആ വചനപ്രകാരമുള്ള ഒരു പുതിയ നിയമസഭയാണ് പുതിയ തുരുത്തി. അപ്പൊ ആ പുതുവീഞ്ഞ് പകരാൻ വേണ്ടിയാണ്, പുതുവീഞ്ഞ് നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ് കർത്താവ് എന്ത് രുചിച്ചത്, എന്ത് കുടിച്ചത്, പുളിച്ച് വീഞ്ഞ് കുടിച്ചത്. സോർ വൈൻ, ഹി ഡ്രാങ്ക് ദാറ്റ് സോർ വൈൻ ടു ഗിവ് us the ന്യൂ വൈൻ. നമ്മൾ ഇന്ന് പുതുവീഞ്ഞെന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷം നൽകുന്ന, യഹൂദന്മാർക്ക് വീഞ്ഞ് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതത്തിന്റെ ഒരു സന്തോഷം, ദൈവത്തിലുള്ള ഒരു സമാധാനം, ദൈവത്തിലുള്ള ഒരു കർത്താവിന്റെ നീതി, ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല, പരിശുദ്ധാത്മാവിനുള്ള നീതിയും സമാധാനവും സന്തോഷവും ആണെന്നുള്ള കാര്യം നമ്മൾ റോമർ 14:17 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു കർത്താവിന്റെ നീതിയുണ്ട്, പരിശുദ്ധാത്മാവ് തരുന്ന ഒരു സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവ് തരുന്ന ഒരു സന്തോഷമുണ്ട്. മലയാളം ബൈബിളിൽ നമ്മൾ അത് വായിക്കുമ്പം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, നീതിയും സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്നങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന യഥാർത്ഥത്തിൽ 3 കാര്യങ്ങളും പരിശുദ്ധാത്മാവിലുള്ളതാണ്. നമ്മൾ മലയാളം ബൈബിളിൽ ദൈവരാജ്യം, ഭക്ഷണം, പനിയോലും, നീതിയും സമാധാനവും, പരിശുദ്ധാത്മാവ് സന്തോഷവും മാത്രമേ. അപ്പം നീതിയും സമാധാനം പരിശുദ്ധാത്മാവ് അല്ലാത്തതാണ് ഉള്ള രീതിയിലുള്ള ഒരു പരിഭാഷയുടെ മിസ്റ്റേക്ക്. പക്ഷെ റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. അപ്പം റൈച്ചസ്നെസ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, നീതി പരിശുദ്ധാത്മാവിലുള്ള നീതിയാണ്, നമ്മുടെ സ്വയനീതിയല്ല. കർത്താവ് നമുക്ക് തരുന്ന ആ ഒരു നീതി അംഗിയും അത് മാത്രമല്ല, കർത്താവ് നമുക്ക് പകർന്നു തരുന്ന ഇമ്പ്യൂട്ട് ചെയ്യുന്ന നീതി മാത്രമല്ല, കർത്താവ് നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്ന കർത്താവിന്റെ ആ ദിവ്യ സ്വഭാവം, ആ ഒരു നീതി, കർത്താവ് തരുന്ന ആ കർത്താവിന്റെ ദിവ്യ സ്വഭാവമാകുന്ന നീതി, പിന്നെ പരിശുദ്ധാത്മാവിലുള്ള സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം, അതെല്ലാമാണ് ആ പുതിയ വീഞ്ഞ്. ആ പുതിയ വീഞ്ഞ് നമ്മൾ ഇന്ന് കർത്താവിന്റെ ഒരു നീതി, കർത്താവിന്റെ ഒരു നീതി എന്ന് പറയുമ്പോൾ ആ കർത്താവിന്റെ സ്വഭാവം, അതുപോലെ തന്നെ ന്യായപ്രകാരം സത്യസന്ധമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളെ പണവിഷയത്തില്, നമ്മളുടെ സാമ്പത്തിക വിഷയങ്ങളില്, നമ്മളുടെ ജോലിയില്, നമ്മളുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ ഉള്ള വിശ്വസ്തത, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലുള്ള നീതി, കർത്താവിന്റെ സ്വഭാവം, പിന്നെ ആ ഒരു സമാധാനം, സന്തോഷം, ഇതെല്ലാം ഉള്ള ആ ദൈവരാജ്യം, ആ ദൈവരാജ്യം കർത്താവിന്റെ സ്വഭാവം, ആ ജീവൻ, അത് നമ്മളിന്ന് അനുഭവിക്കാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂസില് പുളിച്ച് വീഞ്ഞ് കുടിച്ചത്. അപ്പൊ കർത്താവ് വന്ന് പുളിച്ച് വീഞ്ഞ് കുടിച്ചതിന്, ആ അർക്കപ്പെട്ട കുഞ്ഞാടിന് പൂർണ്ണ പ്രതിഫലമാകേണ്ടതിനെന്ന് നമ്മള് മൊറേവിയൻ മിഷണറിമാരുടെ ആ ഒരു ആപ്തവാക്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ജോജി പറയുന്ന സാഗ്ബറിന്റെ ആ പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തില് കർത്താവിന് ഒരു പൂർണ്ണ പ്രതിഫലം ആകണമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ടു, നമ്മൾ വിടുവിക്കപ്പെടാനായി, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇരുട്ടിലായി, നമ്മൾ വെളിച്ചത്തിലേക്ക് വരാനായി എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മള് ഇന്ന് പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പുതുവീഞ്ഞിന്റെ അനുഭവം, നമ്മളിൽ കർത്താവിന്റെ ഒരു വലിയ സന്തോഷവും സമാധാനവും കർത്താവിന്റെ നീതിയും സ്വഭാവവും ഒക്കെ നമ്മളിൽ നിറഞ്ഞു കവിയുന്നില്ലെങ്കിൽ, കർത്താവ് അന്ന് പുളിച്ച വീഞ്ഞ് കുടിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റായി പോയി, അല്ലെങ്കിൽ അതിനൊരു കാര്യമില്ല. എന്നാൽ കർത്താവ് ആ അർക്കപ്പെട്ട കുഞ്ഞാടിന് ഒരു പൂർണ്ണ പ്രതിഫലമായിട്ട് എന്റെ ജീവിതം ആകണമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് കർത്താവ് എനിക്കൊരു അങ്ങനെയുള്ള ഒരു സന്തോഷവും സമാധാനവും, അവിടുത്തെ സ്വഭാവവും, ആ ദിവ്യ സ്വഭാവം, ആ പുതുവീഞ്ഞിന്റെ അനുഭവം എനിക്ക് വേണം. അത് ഏതെങ്കിലും പഴയ വിരുത്തി കൊണ്ട് കളയാൻ വേണ്ടിയുള്ളതല്ല. കർത്താവ് പുതുവിരുത്തിയിൽ തന്നെ കർത്താവ് അതിനോട് ചേർന്ന് തന്നെ ലൂക്കോസ് 5-ലും ബാക്കി സുവിശേഷങ്ങളിലും ഒക്കെ ആ ഒരു തുണിയുടെ എക്സാമ്പിളും പറയുന്നുണ്ട്. പുതിയ പഴയ തുണി പഴയ ഇതിലേക്ക് ഒട്ടിച്ച് വെക്കരുതെന്നുള്ള, ചേർത്ത് തുന്നാൻ പറ്റത്തില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അതും ഇതേ കാര്യം തന്നെ പറയുന്നത്. അതായത് അന്ന് കോട്ടൺ ഗാർമെന്റ്സ്, പരുത്തി തുണിയായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഓൾറെഡി പൂർണ്ണമായിട്ടും അത്
പൂർണ്ണമായിട്ടും അത് വെള്ളത്തില് അതങ്ങ് ചുരുങ്ങിയിരിക്കുന്നതാ. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഒരു പുതിയ തുണിക്കഷ്ണം എടുത്ത് തുന്നി വെച്ചാല് ആ പുതിയ തുണിക്കഷ്ണം അത് ഷ്രങ്ക് ചെയ്യുമ്പോൾ അത് ചുരുങ്ങുമ്പോ പഴയ ആ തുണി അങ്ങ് കീറിപ്പോകും. അത് ആ എക്സാമ്പിൾ കർത്താവിടെ ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തില് അതെ ഒരു ഉപമയെ അവനോട് പറഞ്ഞു, ആരും കോടി തുണിക്കണ്ടം, അതായത് എ പീസ് ഓഫ് നോ വൺ ടേഴ്സ് എ പീസ് ഓഫ് ക്ലോത്ത് ഫ്രം എ ന്യൂ ഗാർമെന്റ്. കോടി തുണിക്കണ്ടം അതായത് പുതിയ തുണി കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നാറില്ല, തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതായത് അന്ന് അവര് ഉപയോഗിച്ചിരുന്ന ഇന്നത്തെ പോലെ നമ്മുടെ പോളിസ്റ്ററോ അതുപോലുള്ള ടെറി കോട്ടനോ ഒന്നും അന്നില്ലായിരുന്നു. അപ്പൊ അന്ന് ഈ പരുത്തി കോട്ടൺ തുണികളാവുമ്പോൾ അതങ്ങ് വെള്ളത്തിലിടുമ്പോഴത്തേക്ക് അങ്ങ് ചുരുങ്ങും. അപ്പൊ പുതിയ തുണി കഷ്ണം എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങാത്തതാ, പഴയ പരുത്തി തുണി എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ചുരുങ്ങിയതാ. അപ്പൊ ഈ ഓൾറെഡി ചുരുങ്ങിയ ആ ഒരു പഴയ തുരുത്തി ആ തുണിക്കകത്തോട്ട് അതിന്റെ ഒരു കീറല് തുന്നാൻ വേണ്ടി നമ്മളൊരു പുതിയ ഒരു കോട്ടൺ പീസ് എടുത്ത് തുന്നി വെച്ചാല് പിന്നെ വെള്ളത്തിൽ മുക്കുമ്പോ എന്ത് പറ്റും, ഈ പുതിയ കോട്ടൺ തുണി പിന്നെയും ചുരുങ്ങും, മറ്റേത് പഴയത് ഓൾറെഡി ചുരുങ്ങിയത്. അപ്പം പിന്നെ എന്ത് പറ്റും, ആ പഴയ തുണി കഷ്ണം അങ്ങ് കീറിപ്പോവും എന്ന് പറയുന്നത് പോലാണ് നമ്മളുടെ ആ ഒരു പുതുജീവൻ, പുതുവീഞ്ഞ് അത് പഴയ ഒരു സമ്പ്രദായത്തിലോട്ട് പഴയ നിയമ സമ്പ്രദായത്തിലോട്ട് അത് ചേർത്ത് തുന്നി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, മറിച്ച് തുണി തന്നെ പുതിയതായിരിക്കണം. കർത്താവ് തന്നെ നമുക്കൊരു നീതി അങ്കി തന്നിട്ടുണ്ട്. അല്ലാതെ നമ്മളുടെ ഒരു സ്വയനീതിയിൽ നമ്മളായിട്ട് എന്തെങ്കിലും തുന്നി ചേർത്തൊക്കെ വെക്കുന്നതല്ല, കീറി പറഞ്ഞു പോകത്തേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു പുതുവിഞ്ഞിന്റെ അനുഭവത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പം നമ്മള് പല ആ ഒരു കർത്താവിന്റെ മഹാപുരോഹിത വസ്ത്രത്തിന്റെ കാര്യവും പുതുവിഞ്ഞിന്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മള് താഴോട്ട് നമ്മള് യോഹന്നാൻ 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു, അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതുമായിരുന്നു. നമ്മൾ അതിന്റെ ആ കാര്യമൊക്കെ കണ്ടു. അതായത് നമ്മൾ ലേവ്യ 23-ാം അധ്യായത്തിന് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. അതായത് പെസഹ കഴിഞ്ഞിട്ടുള്ള ദിവസം ഒരു ഒഴിവ് ദിവസമായിരിക്കണം, ഒരു ശബത്ത് നാളായിരിക്കണം, അന്ന് പണിയൊന്നും എടുക്കരുത് എന്നുള്ള കാര്യം ലേവ്യർ 23-ന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും വായിച്ചായിരുന്നു. അപ്പം പെസഹ നാളിലായിരുന്നു കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. അപ്പം ആ പെസഹ യഥാർത്ഥത്തിൽ അതിന്റെ തലേദിവസം വൈകിട്ട് 6 മണി മുതൽ തുടങ്ങുന്നതായി പെസഹ. ആ അന്ത്യത്താഴ പെസഹ ആണ് കർത്താവ് അന്ത്യത്താഴമായിട്ട് ശിഷ്യന്മാരുമായിട്ട് കഴിച്ചത്. അതിനുശേഷം പെസഹ കുഞ്ഞാടായിട്ട് കർത്താവ് ക്രൂശില് യാഗമായി തീർന്നു. അപ്പോ അന്നൊരു ഒരുക്കനാളായിരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഈ പെസഹ കഴിഞ്ഞിട്ട് അവർക്കൊരു ഫീസ്റ്റ് ഓഫ് അൺലെവൻഡ് ബ്രെഡ്, അതായത് പുളിക്കാത്ത അപ്പത്തിന്റെ ഒരു പെരുന്നാൾ അവർക്ക് പിന്നെ ഒരു 7 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. ആ 7 ദിവസത്തിന്റെ ഒരു ഒരുക്കനാളായിട്ടാണ് ഈ പെസഹയുടെ രാത്രി കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ അവർ വിളിക്കാറുള്ളത്. അപ്പൊ ആ ഒരു ഒരുക്കനാളല്ല, അത് പെസഹയുടെ ഒരുക്കനാൾ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ യോഹന്നാന് ഡേ ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരുക്കനാളെന്ന് എഴുതിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അന്നൊരു ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതുമായിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് 2 ശബത്ത്, ആ ആഴ്ച 2 ശബത്ത് വന്നു വെച്ചാൽ പെസഹ കഴിഞ്ഞിട്ടുള്ള ഒരു ശബത്ത് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ശനിയാഴ്ച വന്നായിരുന്നു. അപ്പം കർത്താവ് മത്തായി 12-ാം അധ്യായത്തില് പറഞ്ഞതുപോലെ യോനയുടെ അടയാളം പോലെ 3 രാവും 3 പകലും മനുഷ്യപുത്രൻ തിമിംഗലത്തിന്റെ വയറ്റില് കടലാനെ എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ? മത്തായി 12-ാം അധ്യായത്തിലെ ആ ഒരു വെയിലിന്റെ ആ ഒരു വലിയ മത്സ്യത്തിന്റെ, മത്തായി 12-ാം അധ്യായത്തിന്റെ അതിന്റെ ബെല്ലി ഓഫ് ദ സീ മോൺസ്റ്റർ 40-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത് കടലാന, യോന കടലാനയുടെ വയറ്റിൽ, അതായത് മത്തായി 12-ന്റെ 40-ാമത്തെ വാക്യം അത് ഫുൾഫിൽഡ് ആകണമെങ്കിൽ 3 രാത്രി 3 രാവും 3 പകലും കർത്താവ് ഭൂമിയുടെ അന്തരംഗത്തിലായിരിക്കണം എന്നുണ്ടെങ്കിൽ കർത്താവ് വ്യാഴാഴ്ച ക്രൂശിക്കപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത്, ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള സമയത്ത് കർത്താവ് ക്രൂശില് ആയിരുന്നു എന്നുള്ള കാര്യവും, അതിനുശേഷം വ്യാഴാഴ്ച പകൽക്കാലം, വെള്ളിയാഴ്ച പകൽക്കാലം, ശനിയാഴ്ച പകൽക്കാലം, അങ്ങനെ 3 പകൽക്കാലം, പിന്നെ 3 രാവ്, വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച രാത്രി, ഞായറാഴ്ച രാവിലെ പ്രഭാതം പുറപ്പെടുന്നതിന് മുമ്പേ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അപ്പൊ അങ്ങനെ 3 രാവും 3 പകലും കർത്താവ് ഈ ഭൂമിയുടെ അന്തരംഗത്തിലായിരിക്കും എന്നുള്ള ആ ഒരു പ്രവചനം നിവൃത്തിയാകണമെങ്കിൽ കർത്താവ് ഒരു വ്യാഴാഴ്ച ആയിരിക്കണം.
ക്രൂശിക്കപ്പെട്ടത്. ഇന്ന് പൊതുവെ ക്രിസ്തീയ കുലത്തിൽ വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടെന്നുള്ളൊരു പറച്ചിലുണ്ട്. എന്നാൽ നമ്മള് വചനത്തിലേക്ക് കുറച്ചുകൂടെ അടുത്തിൽ നോക്കുമ്പോൾ ആ ഒരു വ്യാഴാഴ്ച ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളത് ആ ഒരു സാക്ബറിന്റെ ത്രൂ ദ ബൈബിളിലും വേഴ്സ് ടു വേഴ്സ് ബൈബിൾ സ്റ്റഡിയിലും ഒക്കെ നമ്മളത് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ശബത്ത് നാൾ വലിയതും ആയതുകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത്. ആ ഒരു അതിന്റെ വചനഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. ഞാൻ വീണ്ടും അത് വായിക്കുന്നില്ല. ആവർത്തന പുസ്തകത്തിലും യോശുവയുടെ പുസ്തകത്തിലും ഒക്കെ ആ ഒരു മരത്തില് ശപിക്കപ്പെട്ടവനായിട്ട് തൂങ്ങുന്നവരുടെ ആ ശവശരീരം അത് സന്ധ്യയാവുമ്പോഴത്തേക്കും അത് എടുത്തു മാറ്റണം എന്നുള്ളൊരു നിയമം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. അപ്പം അത് പക്ഷേ റോമൻ ഗവൺമെന്റ്, റോമൻ കുറ്റവാളികളൊക്കെ അവര് എന്താണ് പറയുന്നത്, ഈ ശവശരീരങ്ങള് അവിടെ തന്നെ അങ്ങ് തൂങ്ങാനും വൈൽഡ് ആനിമൽസും ചില ബേർഡ്സ് ഓഫ് പ്രേ ഒക്കെ വന്ന് ഇതുപോലെ ഈ കഴുകന്മാരൊക്കെ വന്ന് മൃതദേഹം അതങ്ങ് കൊത്തി കളയാനും ഒക്കെ ആയിട്ട് റോമൻ ഗവൺമെന്റ് അങ്ങനെ റോമൻ ഗവൺമെന്റ് അതിന് ഫേവർ ആയിരുന്നെങ്കിൽ പോലും യഹൂദന്മാർക്ക് ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നത് കൊണ്ടും പെസഹ കഴിഞ്ഞിട്ടുള്ള ഒരുക്കനാളും പിന്നീടുള്ള ആ ഒരു ഫീസ്റ്റ് ഓഫ് അൺലെവൻഡ് ബ്രെഡ് അവർക്ക് ഭക്ഷിക്കേണ്ടതും അങ്ങനെയൊക്കെ ആ ഒരു പുളിക്കാത്ത അപ്പത്തിന്റെ പെരുന്നാളൊക്കെ അവർ ആഘോഷിക്കേണ്ടതായിട്ടൊക്കെ ഉള്ളത് കൊണ്ട് അവര് ഈ ഒരു കർത്താവിന്റെ ശരീരം അതിൽ നിന്ന് അവരുടെ ഈ 3 പേരുടെയും ശവശരീരങ്ങൾ, അതായത് കർത്താവിന്റെ കൂടെ ക്രൂശിൽ മരിച്ച രണ്ടുപേരുടെയും ശരീരങ്ങള് ക്രൂശിൽ നിന്ന് കാലൊടിച്ചെടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പിലാത്തോസിനോട് അപേക്ഷിച്ചു. അപ്പം യഹൂദന്മാര് തന്നെ അപേക്ഷിക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട് 31-ാമത്തെ വാക്യത്തിൽ. അപ്പൊ ആകയാലെ ഇപ്പം പടയാളികൾ വന്ന് ഒന്നാമത്തവന്റെയും അവനോടുകൂടി ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാലൊടിച്ചു. അന്ന് അവര് അത് മരിച്ചാലേ അവർക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. മരണം വരെ ക്രൂശിക്കണം. അപ്പം ബാക്കി രണ്ടുപേര് കർത്താവിന്റെ അപ്പുറവും ഇപ്പുറവും ക്രൂശിക്കപ്പെട്ട രണ്ട് ക്രിമിനൽസും 2 കുറ്റവാളികളും അവര് മരിച്ചില്ലായിരുന്നു. എന്നാ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഈ 33-ാമത്തെ വാക്യത്തിൽ അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയിൽ അവന്റെ കാലൊടിച്ചില്ല. അപ്പൊ കാലൊടിച്ചാൽ അവന് പെട്ടെന്ന് മരിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാല് ക്രൂശിൽ കിടക്കുന്നയാള് അവരുടെ ആ വെയിറ്റ് ഫുള്ള് കയ്യിലും തൊഴിലുമായിട്ട് വെയിറ്റ് ഫുള്ളും അവർ കാലുകൊണ്ട് ആഞ്ഞ് വേണം അവർക്ക് നല്ലൊരു ശ്വാസം എടുക്കാൻ. അപ്പൊ എത്രമാത്രം കർത്താവ് നമുക്ക് വേണ്ടി അക്ഷരികമായിട്ട് കർത്താവിന്റെ നിത്യനരകാഗ്നി സഹിച്ചതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിൽ ഉപരിയാണ്. എന്നാൽ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ തന്നെ കർത്താവ് എത്രമാത്രം എനിക്ക് വേണ്ടി സഹിച്ചു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ യോഹന്നാൻ ഇപ്പൊ നമ്മൾ വായിക്കുന്ന യോഹന്നാൻ 19-ന്റെ 33-ാമത്തെ വാക്യം, യോഹന്നാൻ 19-33-ാമത്തെ വാക്യം. അപ്പൊ അങ്ങനെ കാല് അവര് ഏന്തി വേണം ഒരു നല്ലൊരു ശ്വാസം അവർക്ക് എടുക്കണമെങ്കിലും. അപ്പൊ കാലങ്ങ് ഒടിച്ചു കളഞ്ഞാൽ പിന്നെ എന്തു പറ്റും? പിന്നെ കാല് എന്തി ശ്വസിക്കാനൊക്കത്തില്ല. പിന്നെ ശ്വാസം കിട്ടാതെ അങ്ങ് ആ ക്രൂശിലെ കുറ്റവാളികള് അവരുടെ മരണം പെട്ടെന്നായിരിക്കും. അപ്പം ഈവൻ ചരിത്രകാരന്മാര് തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ 1969 മറ്റോ ഞാൻ കാര്യങ്ങള് 1969 മറ്റോ അവര് ഒരു യേശുവിന്റെ ആ 1-ാം നൂറ്റാണ്ടില് ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ, യേശുവിന്റെ നമുക്കറിയാം അത് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നുള്ള കാര്യമൊക്കെ അറിയുന്നുണ്ട്. ഇന്ന് ആർക്കിയോളജിക്കൽ എവിഡൻസ് ആയിട്ട്, അതായത് ആർക്കിയോളജിക്കൽ എവിഡൻസിന് എന്തെങ്കിലും മലയാളം ഉണ്ട്, ഇങ്ങനെ ഭൂമിയൊക്കെ തുറന്ന് അവര് എടുക്കുന്ന ആ ഒരു കാര്യം, എക്സ്പ്ലോറേഷൻ. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് അവർക്ക് ഒരു ബോഡി കിട്ടിയപ്പം ഇങ്ങനെ അതെ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്, അത് 1968 ആർക്കിയോളജിസ്റ്റുകള് യേശുവിന്റെ ആ സമയത്ത്, സമകാലികമായിട്ടുള്ള ആ സമയത്ത് ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ അവർക്ക് ലഭിച്ചു. അപ്പൊ അതിനകത്ത് ഇതുപോലെ ഒരു ഒറ്റ ബ്ലോ കൊണ്ടുള്ള 2 കാലിന്റെ എല്ലുകളും ഒറ്റ ബ്ലോ കൊണ്ട് തകർത്ത രീതിയിലുള്ള ഫ്രാക്ചർ ആ കാലിന്റെ എല്ലുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവിടെ ആർക്കിയോളജിസ്റ്റുകൾ, ഭൂമി തുറന്ന് അവര് ഭൂഗവേഷകരെന്നോ എന്നൊക്കെ പറയുന്ന ആൾക്കാര്
ഭൂഗർഭ ഗവേഷകര് അങ്ങനെയൊക്കെ കണ്ടെത്തിയിട്ടുള്ളതായിട്ടൊക്കെ 1968 ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ഒക്കെ അത് ഗൂഗിളിൽ തന്നെയൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ അപ്പൊ അന്ന് ഇതുപോലെ കാലൊടിക്കുമായിരുന്നു സാധാരണ. അപ്പൊ അത് കാലൊടിക്കുന്ന അവരുടെ ഒരു പതിവായിരുന്നു. പെട്ടെന്ന് ആ മരണം ഒരു തരത്തിൽ പറഞ്ഞ ആ കുറ്റവാളികളുള്ള ഒരു ദയവും കൂടായിരുന്നു അത്. പിന്നെ അവർ കഷ്ടപ്പെടാതെ പെട്ടെന്ന് അങ്ങ് മരിക്കാൻ വേണ്ടിയും കൂടെ ഉള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ ആ ശവശരീരങ്ങളെ ക്രൂശിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ യേശുവിന്റെ അടുക്ക വന്നപ്പോഴും അവരോട് ശരിക്കും പറഞ്ഞാൽ കാലൊടിച്ച് മരണം ഉറപ്പാക്കാൻ കൽപ്പിച്ചതാ പിലോത്തോസ്. പക്ഷെ യേശുവിന്റെ അടുക്ക വന്നപ്പം അവർ കാലൊടിച്ചില്ല. അപ്പൊ അത് നമ്മള് തുടർന്ന് വായിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനത്തിന്റെ ഒരു നിവൃത്തിയായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ തുടർന്ന് വായിക്കുന്നത്. 34-ാമത്തെ വാക്യത്തിൽ, എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. അത് ചെറിയൊരു കുത്തൊന്നും ആയിരിക്കത്തില്ല. എന്താന്ന് വെച്ചാല് പിന്നീട് ഇതേ യോഹന്നാൻ 20-ാം അധ്യായത്തില് നമ്മളുടെ കേരളക്കരയിലേക്ക് വന്ന തോമസ് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണെങ്കിലും വിശ്വസിക്കത്തുള്ളെന്നാ പറയുന്നേ. ഈ വിലാപ്പുറത്തേക്ക് 27-ാമത്തെ യോഹന്നാൻ 20-27 വായിക്കുവാണെങ്കിൽ പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക എന്ന് പറയുന്നുണ്ട്. പുട്ടിച്ച് ഇൻറ്റു മൈ സൈഡ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. ആ കർത്താവിന്റെ വിലാപ്പുറത്തെ ആ പാടുകള് ഒക്കെ നീ തൊട്ട് നോക്കിക്കും. 25-ാമത്തെ വാക്യത്തിൽ മറ്റേ ശിഷ്യന്മാർ അവനോട്, തോമസിനോട് പറയുക, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ 20-25 പറയുന്നത്, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും. അപ്പം പുനരുദ്ധാനം ചെയ്ത കർത്താവിന് ഈ ആണിപ്പഴുത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്. ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരൽ, ആ കർത്താവിന്റെ നമ്മളുടെയും എല്ലാ മനുഷ്യരുടെയും പുനരുദ്ധാന ശരീരങ്ങളിൽ, നമ്മൾ വിശ്വാസികളായിട്ട് നമ്മളെല്ലാം പുനരുദ്ധാന ശരീരങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മളിൽ ഒരു ഊനവും കാണത്തില്ല, നമ്മളിലൊരു കുറവും കാണത്തില്ല. നമുക്ക് നമ്മൾക്ക് കഷണ്ടി കാണത്തില്ല, മുടിയിൽ നരയൊന്നും കാണത്തില്ല, കണ്ണാടി വെക്കേണ്ട ആവശ്യം കാണത്തില്ല. നമുക്ക് ഏറ്റവും ഫിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത്. പക്ഷേ കർത്താവിന്റെ പുനരുദ്ധാന ശരീരത്തിൽ കർത്താവ് ഈ ആണിപ്പഴുതുകളും വിലാപ്പുറത്തെ പാട് റിട്ടൈൻ ചെയ്ത് എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി കർത്താവ് യാഗമായി തീർന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട്. അപ്പൊ ആ നിത്യത മുഴുവൻ നമുക്ക് ഈ ആണിപ്പാടൊക്കെ പാൽപ്പേറ്റ് ചെയ്തുകൊണ്ട് കർത്താവിനോട് നന്ദി പറയാൻ വേണ്ടി. അപ്പൊ അത് നമ്മളത് വായിക്കുന്ന ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ. അപ്പം വിലാപ്പുറത്ത് ഒരു കൈ അകത്തില്ലാൻ തക്കവണ്ണമുള്ള ഒരു പുട്ട് മൈ ഹാൻഡ് ഇൻ ടു ഹിസ് സൈഡ് ഐ വിൽ നോട്ട് ബിലീവ്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിശ്വസിക്കത്തില്ലെന്ന് പറയുമ്പോൾ ഒരു കൈയിടാൻ തക്കവണ്ണമുള്ള ഒരു ദ്വാരം ഉണ്ടാക്കത്തക്കവണ്ണം വെറുതെ ഒരു ചെറിയ പോറലൊന്നുമല്ല ഈ റോമൻ പടയാളി കൊടുത്തത്. നല്ലൊരു കുത്തു തന്നെ കൊടുത്തു. പക്ഷേ അത് ദൈവവചനത്തിന്റെ ഒരു നിവൃത്തിയായിരുന്നു. അപ്പം ഉടനെ രക്തവും വെള്ളവും, നമ്മൾ തിരിച്ച് യോഹന്നാൻ 19:34 നമ്മൾ വായിക്കുമ്പോൾ ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് മെഡിക്കലി സ്പീക്കിംഗ് ഒരു പക്ഷേ പെരിക്കാർഡിയൽ എഫ്യൂഷൻ മാതിരി, അതായത് ഹാർട്ടിന്റെ ചുറ്റുമുള്ള ആ ഒരു വെള്ളം പോലെയുള്ള ദ്രാവകമുണ്ട്, പിന്നെ ഹാർട്ടിനുള്ളിൽ രക്തമുണ്ട്. അപ്പൊ ഇത് കുത്തിയപ്പോഴത്തേക്കും കർത്താവ് ഇതുപോലെയൊക്കെ ഉള്ള ഒരു മരണം ആയതുകൊണ്ട് കർത്താവിന് ആ എഫ്യൂഷനായിട്ട് ആ ഹാർട്ടിന്റെ ചുറ്റും ദ്രാവകം അതുപോലെ കെട്ടിക്കടന്ന് കാണണം. അപ്പൊ അങ്ങ് കുത്തിയപ്പോഴത്തേക്കും രക്തവും ആ വെള്ളവും കൂടെ, ആ രക്തവും വെള്ളവും ഓയിൽ ആൻഡ് വാട്ടർ മാതിരി എണ്ണയും വെള്ളവും പോലെ കലരാത്തതുപോലെ ആ രക്തവും വെള്ളവും കലരാതെ അതെങ്ങനെ രക്തവും വെള്ളമായിട്ട് അങ്ങ് ഒഴുകിയതായിരിക്കണം. അപ്പൊ എന്നാ അതിന്റെ ഒരു ആത്മീയ അർത്ഥം നമുക്ക് ഇതേ യോഹന്നാൻ തന്നെ ഈ 1 യോഹന്നാന്റെ 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ 1 യോഹന്നാൻ അത് കർത്താവില് അക്ഷരികമായിട്ട് സംഭവിച്ചതിനെല്ലാം ആത്മീയമായിട്ടുള്ള ആഴങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. 1 യോഹന്നാന്റെ ലേഖനം, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ, അതായത് അവസാനത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില്, ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ജലവും രക്തവും എന്നുള്ളൊരു കാര്യം, അതിന്റെ ഒരു ആത്മീയർത്ഥം പരിശുദ്ധാത്മാവിനെ ജലത്തോട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉടനീളം ഉപമിച്ചിട്ടുണ്ട്. പിന്നെ ദൈവവചനത്തെയും ജലത്തോട് ഉപമിച്ചിട്ടുള്ളതായിട്ട് എഫേസ്യർ 5:26 ദൈവവചനത്തെയും വെള്ളത്തോട് ഉപമിച്ചിട്ടുള്ളതായിട്ടുള്ളതായിട്ട് നമുക്കറിയാം. കർത്താവിന്റെ രക്തത്താലുള്ള ഒരു കഴുകലുണ്ട്, കർത്താവിന്റെ വചനത്താലും. വചനം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു എന്ന കർത്താവ് യോഹന്നാൻ 6:63 പറയുന്നത്. അപ്പം കർത്താവിന്റെ രക്തത്താലുള്ള കഴുകൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾ, നമ്മളുടെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളൊക്കെ നമ്മൾ ഏറ്റു പറയുമ്പോൾ കർത്താവിന്റെ രക്തമാണ് നമ്മളുടെ പാപങ്ങളെയൊക്കെ പോക്കി ശുദ്ധീകരിക്കുന്നത് എന്നുള്ള കാര്യം
യോഹന്നാൻ 1-7 നമുക്കറിയാം. കർത്താവിന്റെ രക്തമാണ് നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. നമ്മൾ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ, കർത്താവിലേക്ക് കാര്യങ്ങൾ വന്ന് ഏറ്റുപറയുമ്പോൾ, പാപങ്ങൾ വന്ന് ഏറ്റുപറയുമ്പോൾ കർത്താവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. പിന്നെ കർത്താവിന്റെ വചനത്താലുള്ള ശുദ്ധീകരണം, ഞാൻ സംസാരിച്ച വചനങ്ങളെ നിങ്ങളെ ശുദ്ധരായി തീർന്നു എന്ന് കർത്താവ് യോഹന്നാൻ 15-3 പറയുന്നുണ്ട്. നമ്മൾ ആ വാക്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ വചനത്തിൽ കർത്താവ് നമ്മളോട് വചനങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ആത്മമനുഷ്യന് ഒരു കുളി മാതിരിയാണ്. അത് മാത്രമല്ല, അതൊരു കാലുകഴുകലും കൂടെ ആണെന്നുള്ളൊരു കാര്യമൊക്കെ ദിവസത്തിന് ആദ്യം നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ കർത്താവിൽ നിന്ന് കേൾക്കുമ്പോൾ അതൊരു കർത്താവിൽ നിന്നുള്ളൊരു കുളിയാണ്. കർത്താവ് നമ്മളെ രാവിലെ തോറും ഉണർത്തുന്നു, കർത്താവിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഉണർത്തുന്നു എന്നൊക്കെ യെശയ്യാ 50:4 വായിക്കുമ്പോൾ അവിടെ ഒരു വചനത്താലുള്ള ഒരു കുളിയാണ്. രാവിലെ ഉള്ള നമ്മള് അക്ഷരീയമായിട്ട് കുളിക്കുന്നതിന് മുമ്പ് കർത്താവിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു കുളി ലഭിക്കുക. പിന്നെ നമ്മൾ ഈ ലോകത്തില് നടക്കുമ്പോൾ നമ്മുടെ കാലില് നമ്മൾ രാവിലെ കുളിക്കുന്നെങ്കിലും പുറത്ത് നമ്മുടെ റോഡിലൂടെ ഒക്കെ NH പോയാൽ പിന്നെ പറയുകയും വേണ്ട, പിന്നെ ഒന്നുകൂടെ കുളിച്ചാല് പറ്റത്തുള്ളൂ, കാല് മാത്രം കഴിക്കലും പറ്റത്തില്ല. പക്ഷെ അന്നത്തെ യഹൂദന്മാരുടെ ഒരു മരുഭൂപ്രയാണ്, അവരുടെ മരുഭൂമിയിലൊക്കെ കാല് നന്നായിട്ട് അഴുക്കാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ലോകത്തിലൂടെ നടക്കുമ്പോൾ വീണ്ടും ചില കാര്യങ്ങള്, ലോകത്തിൻ്റെതായ ചില ലോകമയത്തങ്ങള്, ചില അസ്വസ്ഥതകള്, ചില പരാതി, ചില പെറുപെറുപ്പ്, ചില അശുദ്ധമായിട്ടുള്ള ചില ചിന്തകളോ അല്ലെങ്കിൽ ചില ദേഷ്യമോ, ചില ആകുല ചിന്തകളോ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അറിയാതെ നമ്മളുടെ ആത്മീയ മനുഷ്യന്റെ കാലുകളിൽ പറ്റിപ്പിടിക്കുക. അപ്പൊ അവിടെയൊക്കെ വീണ്ടും കർത്താവിന്റെ ഒരു വചനം കേൾക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വചനം കർത്താവ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുമ്പോഴായിരിക്കും, രാപ്പകല് കർത്താവിന്റെ വചനം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനം 1-2 പറയുന്നത് പോലെ ആ വചനം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് വീണ്ടും ഒരു കാലിന്റെ ഒരു കഴുകലായി. അപ്പൊ അങ്ങനെ കർത്താവിന്റെ ആ ഒരു ചങ്കിൽ നിന്ന് പുറപ്പെട്ട ആ ഒരു രക്തവും ജലവും എന്നുള്ളൊരു കാര്യം, ആ രക്തവും ജലവും എന്നുള്ള ആ ഒരു കാര്യം നമുക്കറിയാം. അത് നമ്മളുടെ ആ ഒരു പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്നുള്ള ആ ഒരു പാട്ടില് അത് നിൻ ചങ്കിലെ രക്തവും ജലവും എന്നെ കഴുകി ശുദ്ധിയാക്കട്ടെ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആ പാട്ടില് പാടുന്നുണ്ടല്ലോ. അത് അഗസ്റ്റസ് ടൊപ്ലാഡി എന്ന് പറഞ്ഞൊരു മനുഷ്യനാ റോക്ക് ഓഫ് ഏജസ് എന്നുള്ള ആ പാട്ട് ഇംഗ്ലീഷിൽ എഴുതി. അതിന്റെ മലയാളമാണ് നമ്മൾ പിളർന്ന ഒരു പാറയിൽ എന്ന് പാടുന്നത്. റോക്ക് ഓഫ് ഏജസ്, കർത്താവാണ് യുഗങ്ങളുടെ പാറ, കർത്താവ് ആ പാറ ക്രിസ്തു ആയിരുന്നു എന്നൊക്കെ 1 കൊരിന്ത്യർ 10:3 നമ്മൾ വായിക്കുന്നുണ്ട്. യഹൂദന്മാര്, ഇസ്രായേൽ മക്കള് മരുഭൂമിയില് പാറ പിളർന്ന് അവർക്ക് വേണ്ടി ദൈവം ജലം ഒരുക്കി അതിൽ നിന്ന് ഒഴുക്കി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് 1 കൊരിന്ത്യർ 10:3 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ പാറ, പിളർക്കപ്പെട്ട പാറ, അത് യേശുവിന്റെ ഈ വിലാപ്പുറം, യേശുവിന്റെ വിലാപ്പുറം എന്ന് പറയുമ്പോൾ ഇടത്ത് സൈഡ് ആയിരിക്കും, വെച്ചാൽ ഹാർട്ടിന്റെ അവിടെ ആണല്ലോ കർത്താവിനെ എന്തായാലും ഡെക്സ്ട്രോ കാർഡിയ വലത് സൈഡിലെ ഹാർട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള അബ്നോർമാലിറ്റി എന്തായാലും കാണത്തില്ല. എന്തായാലും കർത്താവിന്റെ ഹാർട്ട് നമ്മളെ പോലെ തന്നെ ഇടത്ത് സൈഡിലായിരിക്കും. അപ്പൊ ഇടത്ത് സൈഡിലായിരിക്കും അവർ കുത്തിയത്. അപ്പോഴത്തേക്ക് രക്തവും വെള്ളവും ഒക്കെ, അതായത് അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ചൊരിയണം. പാപയാഗമാകുന്ന മൃഗത്തിന്റെ രക്തം മുഴുവനും ഒഴുക്കി യാഗപീഠത്തെങ്കിലും ഒഴുക്കണമെന്ന് നമ്മള് ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൽ വായിച്ചായിരുന്നു. അവിടെ ആ ക്രൂശാകുന്ന യാഗപീഠത്തില് കർത്താവിന്റെ അവസാനത്തുള്ള രക്തവും അവിടെ ഒഴുക്കപ്പെടാനായിട്ട് അവസാനം ബാക്കി തലയിന്നും മുൾമുടി കാരണം തലയിന്നും ചാട്ടവറടി കാരണം പുറത്തുനിന്നും ആണിപ്പഴുതുകൾ കാരണം കയ്യിൽ നിന്നും കാലിൽ നിന്നും ഒക്കെ രക്തം ഒഴുകുക. പിന്നെ വിലാപ്പുറത്തുള്ള അടി കാരണം പുറത്തുനിന്നും എല്ലാം രക്തം എല്ലാം ഒഴുകി ആൾപ്പാട് കുറച്ച് രക്തം, ഈ രക്തം പമ്പ് ചെയ്യുന്ന ഹാർട്ടിലേ ഉള്ളൂ, അതും കൂടെ അങ്ങ് ഒഴുകണം എനിക്കായിട്ട്. അവസാനത്തുള്ള രക്തവും എന്റെ പ്രാണപ്രിയൻ എനിക്കായിട്ട് ചൊരിയണം. അപ്പൊ അതിനായിട്ട് കർത്താവ് തന്റെ വിലാപ്പുറം, തന്റെ കർത്താവിന്റെ മരണശേഷവും ആ പ്രവചനം നിവൃത്തിയായി. അങ്ങനെ അവസാനമുള്ള രക്തവും എനിക്കായിട്ട് ചൊരിയാൻ വേണ്ടി ആ വിലാപ്പുറവും കർത്താവ് കുത്തി പിളർക്കപ്പെടുവാനായിട്ട്, കർത്താവിന്റെ അത് പിളർന്നൊരു പാറയാണ്. നമുക്ക് അറിയാം, പിളർന്നൊരു പാറയെന്ന് നമ്മൾ പറയുമ്പോൾ പാറയുടെ പിളർപ്പിലാണ് മോശയ്ക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ സാധിച്ചതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നമ്മള് വചനത്തിന്റെ ആ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഈ ക്രൂസിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും തീരാത്തത്രമായിട്ടുള്ള കാര്യങ്ങളാണ് വചനത്തിലുള്ളത്. നമ്മള് അവിടെ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തില് അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മോശയ്ക്കാണെങ്കിൽ ദൈവത്തെ കണ്ടിട്ടും മതിയാവുന്നില്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടെ കർത്താവെ അവിടുത്തെ ഗ്ലോറി, അവിടുത്തെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേന്നൊക്കെ അവിടെ 18-ാമത്തെ വാക്യത്തില്, പുറപ്പാട് 33-18 മോശ പറയുമ്പോൾ കർത്താവ് പറയുക. 19-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 33-ന്റെ 18-ാമത്തെ വാക്യം ഞാനിപ്പം വായിച്ചു. ഐ പ്രേ യു, അതായത് മോശ പറയുക, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് അവൻ
ഞാൻ എന്റെ മഹിമ ഒക്കെയും നിന്റെ മുമ്പാകെ കടക്കുവാൻ ഇടയാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിക്കും എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എന്ന് അരുളി ചെയ്തു. നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ടാൽ ജീവനോട് ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു. ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിൽ, അതാ പിളർന്ന ഒരു പാറ, കർത്താവ് നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറയാണ്, ആ പാറയുടെ പിളർപ്പിലാക്കും ഞാൻ എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ എവിടെ ആക്കും? ഈ പാറയുടെ പിളർപ്പിലാക്കും. ഇൻ ദ ക്ലെഫ്റ്റ് ഓഫ് ദ റോക്ക് ആക്കും. ഞാൻ കടന്നു പോകുവോളം എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. ഈ പാറപ്പിളർക്ക് അങ്ങ് മറയ്ക്കും. ജൈവം ബ്രദർ പണ്ടൊരു മെസ്സേജിൽ പറഞ്ഞതുപോലെ ഈ പാറയുടെ പിളർപ്പില് എന്താന്ന് വെച്ചാൽ ഓരോ ആൾക്കാരൊക്കെ ഇടുന്ന ഓരോ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ പാറപ്പിളർപ്പിനകത്ത് കാണും. അത് മാത്രമല്ല, ഈ പാറപ്പിളർപ്പിനകത്ത് പുറമെല്ലാം നന്നായിട്ട് സ്കിന്നെല്ലാം കൂടി റോഡ് ചെയ്ത് പോകുമായിരിക്കും. എന്നുവെച്ചാല് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു വിധത്തിൽ പറഞ്ഞ ഒരു പാറപ്പിളർപ്പിനകത്ത് നമ്മൾ വിശാല സ്ഥലത്ത് കർത്താവിന്റെ മഹത്വം കാണുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ പാറയുടെ പിളർപ്പിൽ നിന്നാ കർത്താവിന്റെ തേജസ് കാണുന്നുണ്ട്. ഒരു നമ്മളെ ഞെരുക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെ ചിലപ്പം ആൻജിയോഗ്രാമിനായിട്ട് അഡ്മിറ്റ് ചെയ്ത രോഗക്കിടക്കയിലായിരിക്കും കർത്താവിന്റെ തേജസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? ചിലപ്പോൾ നമ്മളുടേതായ ചില രോഗാവസ്ഥകളായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ജോലിസ്ഥലത്തുള്ള ചില പ്രയാസങ്ങൾ, ചിലപ്പം അയൽവക്കക്കാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ചില ഞെരുക്കങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പം അവിടെ കർത്താവേ എനിക്ക് അവിടുത്തെ തേജസ് കാണണം എന്ന് പറയുമ്പം കർത്താവ് നമ്മളെ ഈ പാറയുടെ പിളർപ്പിലാക്കി നമുക്ക് വേണ്ടി കുത്തി തുറന്ന കർത്താവിനെ ആ ചങ്കിലാക്കി അവിടാണ് കർത്താവിന്റെ രക്തവും ജലവും ഒക്കെ നമ്മളെ കഴുകി ശുദ്ധിയാക്കുന്നേ. അവിടാണ് നമുക്കൊരു സ്വസ്ഥതയുള്ള, അവിടാണ് മണവാട്ടിയെ കാണുന്നതെന്നുള്ള കാര്യം കൂടെ നമുക്ക് അതും കൂടെ കാണാം. അത് ഉത്തമഗീതത്തിൽ പറയുന്നുണ്ട് പാറപ്പിളർപ്പിന്റെ കാര്യം. ഇവിടെ നമ്മൾ ഇതങ്ങ് വായിക്കാൻ, എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും, പിന്നെ എന്റെ കൈ നീക്കും, നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളി ചെയ്തു. അപ്പം നമുക്കും പാറപ്പിളർപ്പിൽ എന്ന് പറഞ്ഞാൽ പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടേതായിട്ടൊരു ഐഡന്റിറ്റി, എനിക്ക് ഇന്ന ദർശനം ഉണ്ടായി, എനിക്ക് ദൈവം അത് വെളിപ്പെടുത്തി എന്ന് അങ്ങനെ ഒരു സ്വയത്തിലൊരു മഹത്വം എടുത്തുകൊണ്ടുള്ള ഒരു കാര്യം പറയാനല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ തേജസ് കണ്ടിട്ടുള്ളവര് നമ്മൾ കൂടുതൽ താഴ്മയുള്ളവരാകും, നമ്മളെല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുന്നവരാകും, കർത്താവിനെ പോലെ നമ്മൾ കൂടുതൽ നിസ്വാർത്ഥരാകും. അപ്പൊ ആ പാറപ്പിളർപ്പിലാണ് യഥാർത്ഥത്തിലുള്ള കർത്താവിന്റെ മഹത്വം നമുക്ക് കാണാനൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ അതിലങ്ങ് മറയുക. നമ്മളെ പിന്നെ ആൾക്കാർ കാണുന്നില്ല, മറിച്ച് കർത്താവിനെ എല്ലാവരും കാണുന്നത്, കർത്താവിന്റെ തേജസ് അവിടെ വെളിപ്പെടുന്നത്. നമ്മൾ ഉത്തമഗീതത്തിലേക്ക് വരുമ്പം അവിടെ മണവാളനും മണവാട്ടിയും അവര് യഥാർത്ഥത്തില് ആത്മമണവാളനായ ക്രിസ്തു നമ്മളോട് സ്നേഹസല്ലാപം ചെയ്യുന്നത് എവിടാന്ന് ചോദിച്ചാൽ ഈ പാറപ്പിളർപ്പില്ല. അതാ നമ്മള് ഉത്തമഗീതം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില് പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവയെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, മണവാളൻ മണവാട്ടിയോട് പറയുന്നത്. ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ, നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു. അതായത് ആ ഒരു സീക്രട്ട് പ്ലേസ് ഓഫ് ദ സ്റ്റീപ്പ് പാത്ത് വേ, സിയോൻ മലമുകളിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ ആ ഒരു സ്റ്റീപ്പ് പാറയുടെ ഒരു കടുംതൂക്കമുണ്ട്. ആ പാറപ്പിളർപ്പിലാണ്, അതായത് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോ ഓഫ് ആയിട്ടുള്ളതല്ല നമ്മുടെ ഭക്തി, മറിച്ച് കർത്താവും ഞാനും മാത്രമായിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിന്റെ തേജസ്, കർത്താവിന്റെ ആ ഒരു നന്മയുടെ തേജസ് ഒക്കെ ഞാൻ കാണുവാൻ ഇടയാകുമ്പോൾ, കർത്താവിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ആഴത്തിലുള്ള ഒരു വെളിപാടുണ്ടാകുമ്പോൾ അവിടെ ആ പാറപ്പിളർപ്പില് കർത്താവിന്റെ രക്തവും കർത്താവിന്റെ വചനവും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള കർത്താവിന്റെ വചനവും കർത്താവിന്റെ രക്തവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള കർത്താവിന്റെ വചനവും ഒക്കെ എന്നെ കഴുകി ശുദ്ധമാക്കുന്നു. എനിക്ക് പിന്നെ എന്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ഞാനെന്നും പറഞ്ഞുള്ളതെല്ലാം മറിച്ച് ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എത്ര ജീവിക്കുന്നത്, അവിടെ ഞാൻ കർത്താവിന്റെ മഹത്വം കാണുന്നത്. അവിടെ എനിക്ക് കർത്താവിനോട് സംസാരിക്കുമ്പോൾ കർത്താവിന് എന്റെ ശബ്ദം കേൾക്കാനും എന്റെ ആത്മസൗന്ദര്യം കാണുവാനും എന്റെ മണവാളിനെ എത്രയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഈ പാറപ്പിളർപ്പിലാണ് അതെല്ലാം സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മളവിടെ കാണുന്നത്. നമ്മൾ തിരിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പം എന്റെ 19-ാം അധ്യായത്തിന്റെ 34 നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞിട്ട് 35-ാമത്തെ ഭാഗത്തിൽ ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവന്റെ സാക്ഷ്യം. അപ്പൊ യോഹന്നാൻ ഇത് കണ്ടിട്ട് ഇത് ഈ കാര്യങ്ങളൊക്കെ താന് ഐ വിറ്റ്നസ് ആണ്, താനിത് കണ്ട കാര്യങ്ങൾ എഴുതുമല്ല, അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ട കാര്യങ്ങൾ എഴുതി വെക്കുമല്ല. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നതെന്ന് അവൻ അറിയുന്നു എന്ന് യോഹന്നാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ അരക്കിട്ട് ഉറപ്പിച്ചതുകൊണ്ട് ഈ ക്രൂശിലെ കർത്താവിന്റെ മരണവും കർത്താവിന്റെ ഈ പടയാളി വന്ന്
ചങ്ക് വിലാപ്പുറം കുത്തി തുറന്നത്, സൈഡ് കുത്തി തുറന്നതൊക്കെ വേറെ ഒരു സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ യോഹന്നാൻ അത് ഐ വിറ്റ്നസ് ആയിട്ട് താൻ കണ്ട കാര്യം എഴുതുന്നതായിട്ട് നമ്മളവിടെ വ്യക്തമായിട്ട് വായിക്കുന്നു. അത് എന്തിനു വേണ്ടിയാ? 36-ാമത്തെ വാക്യം, അവന്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോവുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു, അവർ കുത്തിയതെങ്കിലേക്ക് നോക്കുമെന്ന് മറ്റൊരു തിരുവെഴുത്തും പറയുന്നു. അപ്പം അസ്ഥി, ബാക്കി രണ്ടുപേരുടെ അസ്ഥി ഒടിച്ചു, കർത്താവിന്റെ അസ്ഥി നമുക്ക് തോന്നാൻ വളരെ ആക്സിഡന്റലായിട്ട് സംഭവിച്ച ഒരു കാര്യമായിട്ട്, കർത്താവ് മരിച്ചുകൊണ്ട് ഒടിച്ചില്ല, പക്ഷെ ഒരു കുത്തു കൊടുക്കാൻ തോന്നി, കുത്തി എന്ന ഒരു ഒരു ആക്സിഡന്റലായിട്ട് സംഭവിച്ച ആക്സിഡന്റൽ കോയിൻസിഡൻസ് ഓഫ് ഇൻസിഡൻസ് എന്നാരോ പണ്ട് പറയുന്നത്. ആക്സിഡന്റൽ കോയിൻസിഡൻസ് ഓഫ് ഇൻസിഡൻസ്, അത് ആക്സിഡന്റ് ആയിട്ട് നടത്തിയത്, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല, മറിച്ച് എല്ലാ ദൈവപിതാവിന്റെ പ്ലാനിലുള്ള കാര്യങ്ങളാന്നുള്ള കാര്യം, അത് ദൈവത്തിന്റെ വചനം കൃത്യമായിട്ട് നിവൃത്തിയാകണം. അത് അവന്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞു പോകരുതെന്നുള്ളത് പഴയ നിയമത്തിൽ ഉടനീളം വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ പുറപ്പാട് 12-ാം അധ്യായത്തിൽ തന്നെ പെസഹ കുഞ്ഞാടിന്റെ പുറപ്പാട് 12-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അവിടെ പെസഹ ആചരിക്കുന്ന കാര്യം ആദ്യമായിട്ട് ഇസ്രായേൽ മക്കളോട് ഈജിപ്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കണം. അത് പെസാഖ് എന്നുള്ളൊരു വാക്ക്, അത് പെസാഖ് എന്ന് പറഞ്ഞാൽ പാസ് ഓവർ, പെസാഖ് എന്ന് പറഞ്ഞ എബ്രായ വാക്ക്, പാസ് ഓവർ എന്ന് പറഞ്ഞാൽ സംഹാരദൂതൻ കടന്നു പോകുന്നു, ആ കടന്നുപോകൽ എന്നുള്ളൊരു അർത്ഥമാണ് പെസാഖ്. അതാ പെസഹ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ പാസ് ഓവർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ആ പെസഹ കുഞ്ഞാടിന്റെ എല്ലൊന്നും ഒടിക്കരുതെന്നാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിൽ. അപ്പൊ അത് കാണുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി എത്ര കൃത്യമായിട്ട് ഒരു പെസഹ കുഞ്ഞാടായിട്ട് മാറി. 46-ാമത്തെ വാക്യം, അതത് വീട്ടിൽ വെച്ച് തന്നെ അത് തിന്നണം, ആ പെസഹ കുഞ്ഞാടിനെ തിന്നണം, ആ മാംസം ഒട്ടും വീടിന് പുറത്ത് കൊണ്ടുപോകരുത്, അതിൽ ഒരു അസ്ഥിയും ഒടിക്കരുത്. അപ്പം ഈ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശ എഴുതിയ ആ കാര്യങ്ങള് യേശു കർത്താവിൽ അത്രമാത്രം കൃത്യമായിട്ട് ഫുൾഫിൽഡ് ആയി എന്നുള്ള കാര്യം, കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ നിവൃത്തി എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ആ ഒരു വിശ്വാസ്യതയെ ഒരുപാട് നമുക്ക് ഉറപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. ജോഷ് മക്ഡവൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്, അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു, ഇങ്ങനെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും വായിക്കണം, അതായത് നിരീശ്വരവാദി മറ്റും ആയിരുന്നു പുള്ളിക്കാരൻ. അപ്പം ഈ ബൈബിള് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ ബൈബിൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിളിലെ പ്രവചനങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങിയപ്പോൾ പ്രവചനങ്ങളുടെ നിവൃത്തി എല്ലാം കൂടെ ഒരേ ഒരാളിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അത് ആരില്ലാതെ വെച്ച് ഈ യേശു കർത്താവിൽ സംഭവിച്ചിട്ടുള്ളൂ. അപ്പം ആ മെസ്സിഹയെ കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും കർത്താവിൽ കൃത്യമായിട്ട് ഫുൾഫിൽഡ് ആവുന്നു. അപ്പൊ ഇതൊരു മനുഷ്യനെ കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല, അപ്പൊ ഇത് ദൈവവചനമാണ്. അങ്ങനെ പുള്ളി എഴുതിയ ഒരു പ്രശസ്തമായ പുസ്തകമുണ്ട്, എവിഡൻസസ് ദാറ്റ് ഡിമാൻഡ് എ വേർഡിക്റ്റ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എനിക്കൊന്ന് ആമസോണിലേക്ക് കിട്ടുന്ന ഒരു പുസ്തകം, എവിഡൻസസ് ദാറ്റ് ഡിമാൻഡ് എ വേർഡിക്റ്റ് എന്ന് പറഞ്ഞാല്, വേർഡിക്റ്റ് എന്ന് പറഞ്ഞാല് എന്താ, ന്യായവിധി എന്നോ അല്ലെങ്കിൽ അതിൽ എന്താ വിധി, അതായത് ഒരു വേർഡിക്റ്റ്, നിങ്ങളൊരു അഭിപ്രായം, നിങ്ങളുടെ ഒരു വേർഡിക്റ്റ് വേണ്ടുന്ന ചില തെളിവുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ആ ക്രൂശുമരണം എന്ന് പറയുന്നത് നമ്മൾക്ക് എവിഡൻസസ് ദാറ്റ് ഡിമാൻഡ് എ വേർഡിക്റ്റ് എന്ന് പറയുന്നത് ജോഷ് മക്ഡവൽ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണെന്ന് അറിയത്തില്ല. ഈ റീസെന്റ് ആയിട്ട് മേ ബി ഇത് 1980s കണ്ടുള്ള ഒരു പുസ്തകമാണ് എനിക്ക് ഓർമ്മയാണ്. ഒന്നുകൂടെ ഗൂഗിളിൽ നോക്കി എന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിപ്പോ ഓർത്തുണ്ടെങ്കിൽ പറഞ്ഞത്. അപ്പൊ ജോഷ് മക്ഡവൽ, MCDOWELL എന്നായിരിക്കും, ജോഷ് JOSH. അപ്പൊ അങ്ങനെ ആ ദൈവവചനത്തിന്റെ ആ കൃത്യത നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമ്മൾ പുറപ്പാട് പുസ്തകം 12:46 ഇപ്പം കണ്ടു. പിന്നെ സംഖ്യാപുസ്തകം 9:12 ഇതേ കാര്യം തന്നെ. സംഖ്യാപുസ്തകം നമ്മള് നമ്പേഴ്സ് അതും കൂടെ വായിച്ച് ഈ പ്രവചനത്തിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമല്ലോ, ബാക്കി സൗകര്യങ്ങളൊന്നും കേൾക്കാമല്ലോ. സംഖ്യാപുസ്തകം 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നേ? രാവിലത്തേക്ക് അതിലൊന്നും ശേഷിപ്പിച്ച് വെക്കരുത്, അതിന്റെ അസ്ഥി ഒന്നും ഒടുക്കുകയും വരുത്, പെസഹയുടെ ചട്ടപ്രകാരമൊക്കെയും അവർ അത് ആചരിക്കണം. സംഖ്യാപുസ്തകം 9:12 പെസഹ കുഞ്ഞാടിന്റെ അസ്ഥി ഒന്നും ഒടിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാസ് ഓവർ ലാമ്പ് ആയതിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് നമ്മൾ അവിടെ വചനത്തിൽ വായിക്കുന്നത്. അപ്പൊ പുറപ്പാട് സംഖ്യാപുസ്തകം 9:12 കഴിഞ്ഞിട്ട് പിന്നെ സങ്കീർത്തനം 22-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, ക്രൂശിന്റെ സങ്കീർത്തനമായി. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ദാവീദ് എഴുതിയ സങ്കീർത്തനം, അത് ക്രൂശിൽ കിടന്ന കർത്താവ് പറഞ്ഞ ആ ക്രൂശിന്റെ ഒരു സങ്കീർത്തനമാണെന്നുള്ള കാര്യം നമുക്കറിയാം. സാം ഓഫ് ദ ക്രോസ്. ആ 22-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യത്തില് എന്താ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നേ? എന്റെ അസ്ഥികളൊക്കെ എനിക്ക് എണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു. അപ്പൊ അസ്ഥികളൊക്കെ എണ്ണാന്ന് പറയുമ്പോൾ അസ്ഥിയൊന്നും ഒടിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം അവിടെ നിവൃത്തിയായി. പിന്നെ സങ്കീർത്തനം 34-ാമത്തെ സങ്കീർത്തനം, 34-ാം സങ്കീർത്തനത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ?
അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോവുകയില്ല. പണ്ടൊരു ബാംഗ്ലൂർ കോൺഫറൻസിന്റെ സാക്ബേർ ഈ വചനം കോട്ട് ചെയ്തിട്ടായിരുന്നു എന്ന് പറഞ്ഞ്, ഐ ഹാവ് ഫെയ്ത്ത് ദാറ്റ് ദൈവം എന്റെ അസ്ഥി ഒന്നും ഒടിയാൻ അനുവദിക്കത്തില്ല, എനിക്ക് ഫ്രാക്ചർ ഒന്നും വരാതെ കർത്താവ് കാത്തു സൂക്ഷിക്കാൻ മതിയായതാണ്. അപ്പൊ അതിനായിട്ട് ബ്രദർ പറഞ്ഞ് നിങ്ങൾക്ക് അത് വളരെ കുറച്ചൊരു എക്സ്ട്രീം ആണെന്ന് തോന്നിയായിരിക്കും, പക്ഷേ ഐ ഹാവ് ഫെയ്ത്ത് ഫോർ ദാറ്റ്, നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ യു ക്ലെയിം ദാറ്റ് എന്ന് വേറെ പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ക്ലെയിം ചെയ്യാവുന്ന കർത്താവിന്റെ അസ്ഥി ഒന്നും ഒടിയാതിരിക്കാൻ പിതാവിന് കാക്കാൻ പറ്റിയെങ്കിൽ നമ്മളിനി എത്ര ബലഹീനരാണെങ്കിലും നമ്മളുടെ അസ്ഥി ഒന്നും ഒടിയാതിരിക്കാൻ, പണ്ട് ജ്യോതിസിന്റെ കാലിൽ പിന്നീട് ഒടിഞ്ഞപ്പോ ഞാൻ ജ്യോതിസിനോട് ഈ കാര്യം പറഞ്ഞു മോനെ, ഇനി ഒടിയാതിരിക്കാൻ വേണ്ടി കർത്താവിന്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞില്ല, അതുകൊണ്ട് ഇനി ഒടിയാതിരിക്കാൻ വേണ്ടി ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് അന്ന് മോനെ ഓർക്കുന്നുണ്ട്. പിന്നൊന്നും ഇതുവരെ ഒടിഞ്ഞിട്ടില്ലെന്ന എന്റെ ഓർമ്മ. അപ്പൊ അതുകൊണ്ട് സംഖ്യാപുസ്തകം 34ന്റെ 20ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. പിന്നെ ആ കുത്തിയവങ്കിലേക്ക് നോക്കുന്നുള്ളത് സെഖര്യാവിന്റെ 12ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം. സെഖര്യാവിന്റെ പുസ്തകം ആ 2 വാക്യങ്ങളോട് വായിച്ച് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ട്, സെഖര്യാവിന്റെ പുസ്തകം 12ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്ന വാക്യം. ഇത് പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവാണെന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഒരു വാക്യമാണ് അത്. സെഖര്യാവിന്റെ പുസ്തകം 12ാം അധ്യായത്തിന്റെ സെഖര്യാവ് 12ന്റെ 10ലും എബ്രായർ 10ന്റെ 29ലും പരിശുദ്ധാത്മാവിനെ കൃപയുടെ ആത്മാവെന്ന് വിളിച്ചിരിക്കുന്നത്. ഇപ്പം ആ വാക്യത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്താ? സെഖര്യാവ് 12ന്റെ 10 ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. കൃപയുടെയും യാചനയുടെയും ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ് ആൻഡ് സപ്ലിക്കേഷൻ. പരിശുദ്ധാത്മാവാണ് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. അപ്പൊ ആ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കണമെങ്കിൽ കർത്താവ് കുത്തപ്പെടണം. അപ്പൊ അതിന്റെ നിവൃത്തിയായിട്ട് നമ്മളിവിടെ വായിക്കുന്നേ, തങ്ങൾ കുത്തിയിട്ട്, സെഖര്യാവ് 12ന്റെ 10ാമത്തെ വാക്യേ, തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും, ഏകജാതിനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കുന്നത്. നമുക്ക് ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, ആ കുഞ്ഞുങ്ങൾ മരിച്ചുപോയ അതിന്റെ അപ്പനമ്മമാർ എങ്ങനെയായിരിക്കും വിലപിക്കുന്നത്, അതുപോലെ ആയിരിക്കും കർത്താവിനെ നോക്കി അവര് യഹൂദന്മാര് മാനസാന്തരപ്പെടുന്ന ഒരു കാലം വരും എന്നുള്ളൊരു കാര്യം പറയുന്നത്. ആദിജാതിനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ എന്നെ കുറിച്ച് വ്യസനിക്കും. യെശയ്യാവ് 53ാം അധ്യായത്തിലും ഹി വാസ് പിയേഴ്സ്ഡ് എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. മലയാളത്തിൽ അത് കറക്റ്റായിട്ട് പരിഭാഷ വന്നിട്ടുണ്ടോ ഞാനൊന്ന് നോക്കിക്കോട്ടെ. യെശയ്യാവ് 53ാം അധ്യായത്തില് അതിന്റെ 5ാമത്തെ വാക്യം, ഹി വാസ് പിയേഴ്സ്ഡ് ത്രൂ ഫോർ അവർ ട്രാൻസ്ക്രിപ്ഷൻസ്. 5ാമത്തെ വാക്യം, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ പിയേഴ്സ് ത്രൂ എന്നായിരിക്കുന്നത്. മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം, കർത്താവിനെ പിയേഴ്സ് ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ യെശയ്യാവ് 53ന്റെ 5ാമത്തെ വാക്യത്തിലും കാണുന്നുണ്ട്. പിന്നെ വെളിപാട് പുസ്തകത്തിലും ഇതേ കാര്യം അതും കൂടെ ഉണ്ട്. നമുക്കങ്ങ് ബാക്കിയുള്ള സൗകര്യങ്ങൾ നമുക്ക് കേൾക്കാവില്ല. വെളിപാട് പുസ്തകം 1ാം അധ്യായത്തിന്റെ 7ാമത്തെ വാക്യം, അവിടെ കർത്താവിന്റെ വരവെങ്കില് കുത്തിയവെങ്കിലേക്ക് അവർ നോക്കൂ എന്നുള്ള ഒരു പ്രവചനം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം ഈ വചനം എത്രമാത്രം ദൈവം കോർത്തിണക്കിയിട്ടുണ്ട്. 40ലധികം ആൾക്കാര് പല ഭൂഖണ്ഡങ്ങളിലായിട്ട്, 3 ഭൂഖണ്ഡങ്ങളിലായിട്ട് എഴുതിയ ഈ പുസ്തകം, നൂറ്റാണ്ടുകളുടെ ആ ഒരു സ്പാനിൽ എഴുതിയ ഒരു പുസ്തകം, അത് എത്രമാത്രം കോർത്തിണക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ അതിന്റെ ഓരോ പ്രവചനങ്ങളുടെ നിവൃത്തി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാ പുറപ്പാട് പുസ്തകം 1ന്റെ 7ാമത്തെ ഭാഗത്തിൽ, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും. അതായത് യഹൂദന്മാരാ കുത്തിത്തുളച്ചത്, റോമൻ പടയാളെ കുത്തിത്തുളച്ചത് അക്ഷരീയമായിട്ടെങ്കിൽ പോലും യഹൂദന്മാരുടെ കാരണമാണ് അത് സംഭവിച്ചത്. കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും, ഉവ്വ് ആമീൻ എന്ന് പറയുന്ന ഒരു കർത്താവ്. അപ്പൊ ആ കർത്താവ് എനിക്ക് വേണ്ടി ആ വിലാപ്പുറം കുത്തി തുറന്നൊരു കർത്താവ്, ചങ്കില ചോര തന്നെ രക്ഷിച്ചതെന്നൊക്കെ നമ്മൾ പല പാട്ടിലൊക്കെ പാടുന്നത് പോലെ ആ ചങ്കില ചോരയാൽ വീണ്ടെടുത്തു. കർത്താവിന്റെ ആ ഒരു സ്നേഹം, അതുപോലെ തന്നെ കർത്താവ് എത്ര അവർണ്ണനീയമാണ്, എത്ര അനന്യനാണ്, യുണീക്കാണ്. കർത്താവിനെ കുറിച്ചുള്ള ആ പ്രവചനങ്ങളുടെ നിവർത്തി, മഹാപുരോഹിത വസ്ത്രത്തെ കുറിച്ച് നമ്മൾ കണ്ടു, കുളിച്ചു വീഞ്ഞിനെ കുറിച്ചുള്ള കാര്യം കണ്ടു. കർത്താവ് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തത്, ആ കർത്താവ് തലചായ്ച്ചാണ് കർത്താവ് മരണത്തെ വരിച്ചത്. പിന്നെന്താ, ആ ഒരു ശബത്ത് നാള് കർത്താവ് അത് വലിയ ശബത്ത് ആയതുകൊണ്ട് ആ 3 നാള് 3 രാവ് എന്നുള്ള ആ പ്രവചനം നിവൃത്തിയായി എന്നുള്ള കാര്യം കണ്ടു. കർത്താവിന്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞില്ല, നമ്മളുടെയും എല്ലാം ഒടിയാതിരിക്കാൻ തക്കവണ്ണം കർത്താവ് സൂക്ഷിക്കുന്നത് നമുക്കും വിശ്വസിക്കാം. പിന്നെന്താ, കർത്താവിനെ കുത്തപ്പെടാനായിട്ട് റോമൻ പടയാളികൾക്ക് യാദൃശികമായിട്ട് സംഭവിച്ചൊരു കാര്യം പോലെ ഉള്ള കാര്യം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവചനങ്ങളുടെ ഒരു നിവൃത്തിയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ അത് അവരങ്ങനെ ചെയ്തുകൊണ്ടാ, ഇവരിങ്ങനെ ചെയ്തുകൊണ്ടാ. പക്ഷെ എക്സാക്ട്ലി ദൈവം, എന്റെ പിതാവ് അനുവദിച്ചതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇന്ന ഒരു അസുഖം വന്നത്, അല്ലെങ്കിൽ ഇന്നൊരാൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നൊരാൾ എനിക്ക് എതിരെ ഇന്നെ പാരവെച്ചു,
അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയൊക്കെ പലത് നമ്മളെ പ്രതികൂലമായിട്ട് അനുകൂലമായിട്ടൊക്കെ അനുഭവിക്കുമ്പോൾ അവിടെയൊക്കെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചിട്ടുള്ളതായിട്ടൊന്നുമില്ല ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ, മറിച്ച് എല്ലാം എല്ലാം ദൈവത്തിന്റെ അനുവാദ പ്രകാരം യേശുവിന്റെ ജീവിതത്തെ പിതാവ് പ്ലാൻ ചെയ്തതുപോലെ, യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ യേശുവിനെ അനിയന്മാരും അനിയത്തിമാരുമായിട്ടുള്ള നമ്മളെയും കർത്താവ് സ്നേഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നാം കർത്താവിനായിട്ട് സമ്പൂർണ്ണമായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ചിലത് നമുക്ക് ഡിലേ ആയിട്ട് തോന്നുമോ, കുറച്ച് താമസം, അല്ലെങ്കിൽ ഒരു ദിവസം വേസ്റ്റ് ആയി പോയി, അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ചില കാര്യങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ഡിലേ താമസമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവർ ഡിസപ്പോയിന്റ്മെന്റ്സ് ആർ ഹിസ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ചില കാര്യങ്ങൾ ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ കർത്താവിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും. അതായത് നമ്മള് എനിക്കാണെങ്കിൽ പ്രിഡിഗ്രിക്ക് പഠിക്കുമ്പോൾ MBBS ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ എയിംസ് ന്യൂഡൽഹിയിൽ തന്നെ പഠിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ പഠിച്ചു. പക്ഷെ എനിക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. പക്ഷെ അത് ദൈവത്തിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നു വെച്ചാൽ അവിടെ അതിൻ്റെതായ ദൈവം എത്ര കാര്യങ്ങൾ ഒരുക്കിയ അതിലൂടെയുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ. പിന്നെ പക്ഷെ ദൈവം ഏറ്റവും നല്ല മെഡിക്കൽ കോളേജായിട്ടുള്ള CMC വെല്ലൂരേക്ക് പോകാൻ ദൈവത്തിന്റെ സമയത്ത്, അത് ഞാൻ നനച്ചതുപോലും ഇല്ല, പക്ഷെ ദൈവത്തിന്റെ സമയത്ത് അതിന്റെ പെട്ടെന്നൊരു വഴി തുറന്നു. ഏറ്റവും നല്ല മെഡിക്കൽ കോളേജായിട്ടുള്ള CMC വെല്ലൂരേക്ക് പോകാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അതിന്റെ സാക്ഷ്യങ്ങൾ പറയാൻ കാണും. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചിലപ്പം ആ സമയത്ത് നിരാശ പോകും, എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കത് പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും എന്താ ദൈവത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ ദൈവം നടത്തുന്ന ഓരോ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ഇത്ര വലിയൊരു പിതാവാൻ ദൈവം ഉള്ളത് കൊണ്ട് ആ ബാംഗ്ലൂർ എൽഡേഴ്സ് മീറ്റിംഗിൽ സാക്ബർ അവസാനം പറഞ്ഞ ഒരു കാര്യം ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലൂക്കോസ് 11-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവിനെയും പിതാവ് എത്ര അധികം നൽകും എന്ന 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം അന്ന് പറയുന്നത് ഞാൻ കേട്ടതെന്ന് പറഞ്ഞാല് എന്താ പറയുന്നത്, ഒരപ്പന് മക്കൾക്ക് ആഹാരം കൊടുക്കാന് എത്രമാത്രം ഒരു വെമ്പലുണ്ടോ അതുപോലെയാണ് പിതാവിന് പരിശുദ്ധാത്മാവിനെ തരാന് നമ്മളോടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാല് നമ്മൾ അത് വായിച്ച് നമുക്കത് മനസ്സിലാവും. പക്ഷെ ആ ഒരു ആംഗിളില് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതെനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നി. ഇപ്പം സാധാരണ അമ്മമാരെ ആഹാരം കൊടുക്കുന്നത് എനിക്ക് തോന്നി ഇപ്പൊ നമ്മുടെ അജുബേർ പിന്നെ ഇവിടെ എക്സെപ്ഷൻ ആയിട്ടുള്ള അപ്പം തന്നെ ആഹാരം കൊടുക്കുന്നത്. ഇപ്പം ജോഹാൻ വന്ന് എനിക്ക് ആഹാരം വേണമെന്ന് പറയുമ്പോൾ വേറൊരു പാറകഷ്ണം എടുത്തിട്ട് ഇത് തിന്നോ എന്ന് ഒരിക്കലും പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഒരപ്പന് തന്റെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അപ്പനോ അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക്. ലൂക്കോസ് 11-ാം അധ്യായത്തിന്റെ ആ ഒരു 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാ. അവിടെ മകൻ അപ്പം ചോദിച്ച കല്ലിനെ കൊടുക്കുവോ, മത്സ്യം ചോദിച്ച പാമ്പിനെ കൊടുക്കുവോ എന്നൊക്കെ അതിന്റെ 10, 11 വാക്യങ്ങളില 10, 11, 12 വാക്യങ്ങളിലാണ് വായിക്കുന്നത്. മുട്ട ചോദിച്ച തേളിനെ കൊടുക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ട് ദൂഷികളായ പിതാക്കന്മാര് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗ്ഗസ്വനായ പിതാവ് എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. അപ്പം ഒരു പിതാവ് തന്റെ മക്കളെ ഫീഡ് ചെയ്യുവാന്, തന്റെ മക്കൾക്ക് ആഹാരം കൊടുക്കാന് അവന്റെ ഒരു ആഗ്രഹം, അതിനുവേണ്ടി അവൻ അധ്വാനിക്കുന്നതും കാശ് സമ്പാദിക്കുന്നതും ഉറക്കുളയ്ക്കുന്നതും ഡ്യൂട്ടി എടുക്കുന്നതും അല്ലെങ്കിൽ ഗൾഫിൽ പോയി അധ്വാനിക്കുന്നതും അല്ലെങ്കിൽ വേറെ പല. അപ്പം ഒരു അപ്പന് തന്റെ മക്കളെ ഫീഡ് ചെയ്യാനും ക്ലോത്ത് ചെയ്യാനും എത്രയധികം ആഗ്രഹമുണ്ട്. അത് എന്നാൽ ദോഷികളായ പിതാക്കന്മാർക്കുള്ള അതിനെക്കാട്ടിലുള്ള ഒരു വെമ്പലാണ് പിതാവിനെ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുവാൻ. ആ പരിശുദ്ധാത്മാവിനെ തന്ന് പുതുവീഞ്ഞിന്റെ അവസ്ഥയിലേക്ക് നമ്മളെ നടത്താനും അത് പുതുവരുത്തിയിലാക്കുവാനും നമ്മളുടെ ജീവിതത്തിൽ, യേശുവിന്റെ ജീവിതത്തിലെ ഈ തിരുവചനങ്ങളൊക്കെ ഇതുപോലെ കൃത്യമായിട്ട് ഫുൾഫിൽഡ് ആയതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ വചനങ്ങളെല്ലാം ഫുൾഫിൽഡ് ആകുവാൻ തക്കവണ്ണം കർത്താവിന് നമ്മളെ നടത്താൻ ഒക്കും. എത്ര അധികം പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. അപ്പൊ ആ ഒരു വലിയ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ നമുക്കായിരിക്കും ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവസാനത്തിൽ രക്തവും എനിക്ക് വേണ്ടി ചുരിഞ്ഞു തന്ന ആ ഒരു കർത്താവ്. 441-ാമത്തെ പാട്ട്. നമുക്ക് ആ കർത്താവില് നമുക്ക് ആശ്രയം ഉണ്ടെങ്കിൽ നമ്മളെ അത് നമ്മളും സ്വസ്ഥതയോടെ ആയിരിക്കും. ആശ്രയം വെക്കുകയില് ആ സുസ്ഥിര മനസ്സിൻ അവനിൽ ആശ്രയം വെക്കുന്നത് കൊണ്ട് അവനെ നല്ല സ്വസ്ഥതയോടെ കർത്താവ് തിരുക്കരങ്ങളിൽ കാക്കുന്നു എന്നുള്ള യെശയ്യാവ് 26-ന്റെ 3-ാമത്തെ വാക്യമൊക്കെ നമ്മൾ തുടർന്ന് പല പല കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന പാട്ടാം. എന്തെല്ലാം കുന്നുകളും പർവ്വതങ്ങളും ഒക്കെ മാറിപ്പോയാൽ പോലും നീങ്ങാത്ത ദയ, അതുപോലെ ശാശ്വത പാറയായിട്ടുള്ള നിത്യമായിട്ടുള്ള പാറയായിട്ടുള്ള ഒരു കർത്താവ് നമുക്ക് വേണ്ടി പലക്കപ്പെട്ട ആ പാറമേൽ നമുക്ക് ഒരു അടിസ്ഥാനമുണ്ട്. അത്ര വലിയ സ്വസ്ഥതയോടെ നമുക്ക് വേണ്ടി പിളർക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തല്ലോ. അവിടുത്തെ ആ സ്നേഹം, രക്തവും നീരവും എനിക്കായിട്ട് ഒഴുക്കി തന്നല്ലോ. അതിനാല് ഒരിക്കൽ കൂടെ കഴുകപ്പെട്ട് കർത്താവിൽ മറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിൽ മറഞ്ഞ് നമ്മളെ കാണുന്ന ഒരു കർത്താവിനെ മാത്രം കാണാനായിട്ട് നമുക്ക് ആ പിളർന്ന പാറയിൽ അങ്ങ് മറഞ്ഞുകൊണ്ട് നമുക്ക്
സ്തോത്രത്തോടെ നമുക്ക് സന്തോഷത്തോടെ പാടും. അതെ, ആ പിളർന്ന പാറയിലെ കർത്താവിന്റെ മണവാട്ടിയായിട്ട് അപ്പൊ മണവാളിനോടുള്ള ആ ഒരു അതിസ്നേഹത്തോടെ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് പാടാം. ശാസ്ത്രയമായൊരു ശാശ്വത പാടാം കാണുന്നു ഞാൻ സുസ്ഥിരമാനസൻ ആശ്രയം വഹിക്കുകൻ അനുദിനം നാഥൻ സുസ്ഥിരമാനസൻ ആശ്രയം വഹിക്കുകൻ അനുദിനം നാഥൻ കാത്തിടും അവനെ സ്വസ്ഥതയോടെ കാത്തിടും അവനെ സ്വസ്ഥതയോടെ പാസിവനവൻ തിരും കരങ്ങളിലെന്നും പാസിവനവൻ തിരും കരങ്ങളിലെന്നും കാണുന്നു ഞാൻ തന്നിടം കുന്നുകളകലും തന്നിടം മാറിയെന്നാലും നീങ്ങുകില്ലവെന്തയ എന്നിൽ നിന്നതു നീങ്ങുകില്ലവെന്തയ എന്നിൽ നിന്നതു നിലനിൽക്കും സമാധാന നിയമവും നിത്യം നിലനിൽക്കും സമാധാന നിയമവും നിത്യം കാണുന്നു ഞാൻ ജ്വലിക്കൂലും അവൻ പോകും നേരം മാത്രം നിലനിൽക്കും പ്രസാദമോ ദീവാഞ്ചത്തോളം ജ്വലിക്കലും അവൻ പോകും നേരം മാത്രം നിലനിൽക്കും പ്രസാദമോ ദീവാഞ്ചത്തോളം ഭക്തിയും നിലവിളി രാവിലൻ കൂടെ ഭക്തിയിലും നിലവിളി രാവിലൻ കൂടെ ഉദിക്കുമേ ഉഷസതി ആനന്ദഘോഷം ഉദിക്കുമേ ഉഷസതി ആനന്ദഘോഷം കാണുന്നു ഞാൻ ദൈവത്തിലവൻ നമ്മൾ പാപത്തിനൊത്ത പ്രതിഫലമായി കൃത്യങ്ങൾ ഗണിച്ചും ദൈവത്തിലവൻ നമ്മൾ പാപത്തിനൊത്ത പ്രതിഫലമായുള്ളുന്ന കൃത്യങ്ങൾ ഗണിച്ചും വാനമീ ഭൂവിൽ ഉയർന്നിരപ്പതുപോ വാനമീ ഭൂവിൽ ഉയർന്നിരപ്പതുപോ പരമഭക്തമ്യ വലിയതു തന്നെ പരമഭക്തമ്യ വലിയതു തന്നെ കാണുന്നു ഞാൻ ഉടുക്കുകയില്ല വനിത തടഞ്ഞതാമോട കിടക്കുകയില്ല അവൻ പുകഴ്ന്നിക്കുകയിലും ഉടുക്കുകയില്ല വനിത തടഞ്ഞതാമോട കിടക്കുകയില്ല അവൻ പുകഴ്ന്നിക്കുകയിലും നടത്തുന്ന വിധിയും ലഭിക്കുന്നാൾ വരെയും നടത്തുന്ന വിധിയും ലഭിക്കുന്നാൾ വരെയും തളരാതിരിക്കും ന്യായം
തലയറിയവൻ സ്ഥാപിക്കും ന്യായം വഴുതീരാജവനെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൽ പ്രവീതത്തിൽ നാഥൻ വഴുതീരാജവനെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൽ പ്രവീതത്തിൽ നാഥൻ കളങ്കമച്ചാനന്ദ പൂർണ്ണതയോടെ കളങ്കമച്ചാനന്ദ പൂർണ്ണതയോടെ ഭവിക്കട്ടെ മഹത്വം അവനിന്നുമാമേ ഭവിക്കട്ടെ മഹത്വം അവനിന്നുമാമേ കാണുന്നു ഈ പാറയുടെ പിളർപ്പില് നമ്മെ തന്നെ ഒളിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ചൊരിയാനായിട്ട് ആ പാറ നമുക്കായിട്ട് പിളർത്തപ്പെട്ടു. ആ രക്തവും ജലവും കൂടെ നമ്മളുടെ ശുദ്ധിക്കായിട്ട് ഒഴിക്കപ്പെടുവാനായിട്ട്. എത്ര വലിയ സ്നേഹം, എത്ര വലിയ സ്നേഹം. പറയാകുന്ന കാരണം എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ചൊരിയണം. ആ കടന്നുമില്ലാത്ത കുഞ്ഞാടിന്റെ അവസാനത്തുള്ളി രക്തവും പെസഹ മൃഗത്തിന്റെ ആ പെസഹ കുഞ്ഞാട് പാപയാഗമായിട്ട് അർക്കപ്പെട്ടു. ആ അവസാനത്തുള്ളി രക്തവും ഒരു അസ്ഥി പോലും ഒടിയാതെ എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ചൊരിയാനായിട്ട് തന്റെ ചങ്കി പിളർന്നതിന്റെ ആ കർത്താവ്, ആ ശാശ്വത പാറ കാണുന്നു ഞാൻ. എനിക്ക് ആശ്രയമായൊരു ശാശ്വത പാറ. നമ്മളുടെ ജീവിതത്തിലെ ഏതെല്ലാം സാഹചര്യങ്ങളിലേക്ക് നമ്മളിനി എന്തെല്ലാം അസ്ഥിരമായിട്ടുള്ള പല പല സാഹചര്യങ്ങളിലൂടെ പല പല വ്യക്തികളൊക്കെ മാറിപ്പോകും. നമുക്ക് നമ്മള് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലരൊക്കെ മാറിപ്പോയേക്കാം. നമ്മൾ വിചാരിക്കുന്ന പല സാഹചര്യങ്ങളൊക്കെ മാറിപ്പോയേക്കാം. കാര്യങ്ങളെല്ലാം അസ്ഥിരമായിട്ട് എല്ലാം കുലുങ്ങി പോകുമ്പോൾ കുലുങ്ങാത്തവനായിട്ടുള്ള ഒരു പാറ, അശാശ്വതമായിട്ടുള്ള ഒരു പാറ, എനിക്ക് അടിസ്ഥാനമാക്കാന് എനിക്ക് പറ്റുന്ന ഏക പാറ അതെന്റെ കർത്താവാണ്. ആ കർത്താവിന്റെ ആ പാറ എനിക്കായിട്ട് പിളർക്കപ്പെട്ടു. ആ രക്തവും ജലവും എനിക്കായിട്ട് ഒഴിക്കപ്പെട്ടു. ആ രക്തവും ജലത്താൽ കഴുകപ്പെട്ട് നമുക്ക് ആ പാറപ്പിളർപ്പിലേക്ക് ചെന്ന് ഒളിക്കാം. കർത്താവ് ഞാൻ ജീവിക്കണ്ട, കർത്താവിന് ഇതിലൂടെ അങ്ങ് ജീവിക്കണം. ആ പാറപ്പിളർപ്പിൽ ഞാൻ മറയട്ടെ കർത്താവെ. പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ കർത്താവെ. കർത്താവെ എനിക്ക് അല്ലെങ്കിൽ വെളിപ്പെടാനും എനിക്ക് അങ്ങ് ഉയർന്നു നിൽക്കാനും ഒക്കെ വെമ്പുന്ന ഒരു ജഡമാണല്ലോ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് കർത്താവെ. എന്നാൽ ആ പാറപ്പിളർപ്പിൽ മറഞ്ഞ് യേശുവിനെ മാത്രം കാണുവാൻ തക്കവണ്ണം മറ്റുള്ളവര് ആ മറയപ്പെട്ട് എന്നെ കാണാതെ യേശുവിനെ കാണുക, ആ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം നമ്മളുടെ ജീവിതം പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാനായിട്ട്. കർത്താവ് പുളിച്ച് വീഞ്ഞ് കുടിച്ചത് നമുക്ക് വേണ്ടി നമുക്കൊരു പുതുവീഞ്ഞ് തരാൻ വേണ്ടി. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ജീവന്റെ ആ പുതുവീഞ്ഞിനാൽ നമ്മൾ ഇന്ന് നിറയപ്പെടുന്നില്ലെങ്കിൽ, ആ പുതുവീഞ്ഞ് നമ്മൾ പാനം ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് പുളിച്ച് വീഞ്ഞ് കുടിച്ചത് നമ്മളെ സംബന്ധിച്ചോളം വേസ്റ്റായി പോയല്ലോ എന്ന് പറയേണ്ടി വരും. ആ വീഞ്ഞിനാല് കുടിച്ച് മത്തരാകാതെ പരിശുദ്ധാത്മാവ് നിറയപ്പെടുവിൻ എഫേസ്യർ 5:18 പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ആ ലോകത്തിന്റെ ഒരു വീഞ്ഞുണ്ട്, ലോകമൈതത്തിന്റെ വീഞ്ഞുണ്ട്. എന്നാ പരിശുദ്ധാത്മാവിന്റെ പുതുവീഞ്ഞാണ് നിങ്ങൾ കുടിക്കേണ്ടതായിട്ടുള്ളത്. ആ പെന്തക്കോസ്ത് നാളിൽ അവർ പുതുവീഞ്ഞ് കുടിച്ചവരെ പോലെ അവർ വലിയ സന്തോഷത്തോടെ അവർ ദൈവത്തിന്റെ നാമത്തെ പല ഭാഷകളിൽ അവർ പുകഴ്ത്തിയതുപോലെ മറ്റുള്ളവർക്ക് നമ്മളുടെ ആ ജീവിതം കാണുമ്പോൾ ഇവരെന്തോ ഭ്രാന്താണ്, ഇവരെന്തോ മദ്യപിച്ചവരെ പോലെ എന്തോ ഇവിടെ കിടന്ന് വലിയ ബഹളം വെക്കുന്ന, ഇവരെന്താ ശബ്ദം ഉണ്ടാക്കുന്ന, ഇവരെന്തിനാ എത്ര സ്തോത്രം ചെയ്യുന്നത്, ഇവരെത്രയും നന്ദി പറയുന്നത്, എന്തിനാ ഇവർക്ക് എന്തെങ്കിലും തലക്ക് ലൂസായോ, അവരെന്തെങ്കിലും മദ്യപിച്ചോ എന്ന് ആൾക്കാർ കളിയാക്കി, ലോകക്കാർ കളിയാക്കും. എന്ന ആ പുതുവീഞ്ഞ് അത് നമ്മളെ തന്നെ മറന്ന് കർത്താവിൽ ആനന്ദിക്കുന്ന ആ ഒരു പുതിയ വീഞ്ഞിന്റെ അനുഭവം, അത് പുതിയ തുരുത്തിയാകുന്ന പുതിയ നിയമസഭ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. നമുക്കിവിടെ കായംകുളത്ത് ദൈവം കർത്താവിന്റെ വചനപ്രകാരം ഒരു പുതിയ നിയമസഭയെ പുതിയ തുരുത്തിയെ നമുക്ക് തന്നിരിക്കുന്നു. ആ പുതിയ തുരുത്തിയിൽ തന്നെ ഈ പുതുവീഞ്ഞ് സൂക്ഷിച്ചുകൊണ്ട് അത് ഒട്ടും സ്പില്ലവറായി പോകാതെ, അതൊരിക്കലും കളഞ്ഞു പോകാതെ, അതൊന്ന് സ്പില്ലവയായി പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ തക്കവണ്ണം ദൈവം തന്ന പുതിയ തുരുത്തിക്കായിട്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാൻ, നന്ദി പറയാം. ആ കർത്താവിന് വേണ്ടി പുതുവീഞ്ഞ് തന്നല്ലോ കർത്താവി, നന്ദി കർത്താവി, നന്ദി. അവിടുന്ന് സമർപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ആ വസ്ത്രം പോലും കർത്താവി, തുണിയില്ലാത്ത വസ്ത്രം കർത്താവിന് കാണപ്പെടുവാൻ തക്കവണ്ണം
അവിടുത്തെ മഹാപുരോഹിതനായിട്ട് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ കർത്താവ്, ആ കർത്താവേ, അത് കർത്താവേ, എന്നെ എന്നെ പുരോഹിത വസ്ത്രം, എന്നെ രാജകീയ പുരോഹിത വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി കർത്താവിന്റെ ആ പുരോഹിത വസ്ത്രം കൂടെ ഊരി കൊടുക്കുവാൻ കർത്താവിന് മനസ്സായി. നന്ദി കർത്താവേ, ഇത്രയധികം സ്നേഹിപ്പാൻ തക്കവണ്ണം ഒരു പിതാവിനെ സ്വന്തം മക്കളെ ഊട്ടുവാന്, ഭക്ഷണം കൊടുക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാന് ഒരു പിതാവ് ആഗ്രഹിക്കുന്നതിലും അധികമായിട്ട് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരുവാൻ, ഞങ്ങൾക്ക് ഈ പുതുവീഞ്ഞിനെ തരുവാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവ്, ഒരു അപ്പച്ചൻ, ഒരു ഡാഡി, ഒരു പപ്പ ഞങ്ങളുടെ സ്വർഗത്തിലുള്ളത് കൊണ്ട് കർത്താവെ, എത്ര വലിയൊരു അഭിമാനത്തോടെ ഞങ്ങൾക്ക് ജീവിക്കാം, ഞങ്ങൾക്ക് തലയൂരിൽ ജീവിക്കാം. ഞങ്ങൾക്ക് ഒരു സ്വർഗത്തിലൊരു അപ്പച്ചനുണ്ട്, സ്വർഗത്തിലെ എന്റെ പപ്പ. കർത്താവെ, ഈ ലോകത്തിലെ ഏതൊരു പിതാവോ മാതാവോ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിൽ അധികമായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവിനെ തരുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. അയ്യോ, പിതാവ്, ദോഷികളായ പിതാക്കള് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരുന്ന നല്ല പിതാവ്. ആ പുതുവീഞ്ഞിനാണ് കർത്താവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങൾക്കൊരു പുതുജീവിതം കർത്താവെ കേട്ടുപഴകിയ പല പല കാര്യങ്ങൾ പോലെ പിന്നെയും കർത്താവെ ഒരു പഴയ ജീവിതത്തിലേക്ക് പോകാതെ കർത്താവെ ജീവിതം ക്രിസ്തുവിലുള്ള ഒരു കർത്താവെ സ്വാതന്ത്ര്യത്തോടെ ഉള്ള ഒരു വലിയ കർത്താവെ, വലിയ അഭിഷേകത്തോടെ ഉള്ള വലിയ പുതുവീഞ്ഞിന് അനുഭവമുള്ള വലിയ സന്തോഷത്തോടുള്ള സമാധാനത്തോടുള്ള ഒരു പുതുജീവിതം, ക്രിസ്തുവിൽ മറിഞ്ഞിട്ടുള്ള ഒരു പുതുജീവിതം ഞങ്ങളുടെ എല്ല് പോലും ഒടിയാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പിതാവുണ്ടെന്നുള്ള ധൈര്യത്തോടെ കർത്താവെ, ഞങ്ങളുടെ കാല് കല്ലിൽ തട്ടി വീഴാനിടയാകാതെ കൊണ്ട് ഞങ്ങളെ കാക്കുന്ന ഒരു കർത്താവ്, ഞങ്ങളെ കരുതുന്ന ഒരു പിതാവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കോയിൻസിഡൻസ് ആയിട്ട് നടക്കാതെ എല്ലാം പിതാവിന്റെ പ്ലാൻ പ്രകാരം മാത്രം, പിതാവിന്റെ സമയത്തെല്ലാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന സ്വർഗത്തിന്റെ ഘടികാരമുണ്ട്. ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പല ഞങ്ങൾ താമസം വിചാരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കർത്താവെ പല ഉത്തരം തരാൻ താമസിക്കുന്ന കാര്യങ്ങളും പല പല കാര്യങ്ങളും എല്ലാം അവിടുത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ കർത്താവെ അവിടുന്ന് ചെയ്യുമല്ലോ. ഞങ്ങൾ പലപ്പോഴും തയ്യാറാകാത്തത് കൊണ്ടാണല്ലോ, ഞങ്ങൾ പ്രിപ്പയർഡ് ആകാത്തത് കൊണ്ടാണല്ലോ അവിടത്തേക്ക് ആൻസർ തരാൻ പറ്റാത്തതായിട്ടുള്ളത്. എല്ലാം അവിടുത്തെ മുൻനിർണയത്തിൽ, അവിടുത്തെ കർത്താവെ, അവിടുത്തെ വാഗ്ദത്തങ്ങൾ, ആ പഴയ നിയമത്തില് എത്രയോ പ്രവാചകന്മാർ എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ള എഴുതിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ആ പ്രവചനങ്ങളൊക്കെ യേശുവിലെ കർത്താവെ, ആ മോശയും യെശയ്യാവും ദാവീദും ഒക്കെ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ യേശുവിന്റെ ആ ജീവിതത്തിലുടനീളവും ക്രൂശ് മരണത്തിലും എല്ലാം ഇത്ര കർത്താവെ അതൊരു അക്ഷരം തെറ്റാതെ അതെല്ലാം പൂർത്തിയാകുമ്പോൾ കർത്താവ് അവിടുത്തെ ദൈവത്തിന്റെ വചനത്തിന്റെ ആ കൃത്യത കർത്താവെ ഞങ്ങളെ എത്ര അതിശയിപ്പിക്കുന്നതാണ്. കർത്താവെ, എത്ര വലിയൊരു ദൈവത്തെയാണ് ഞങ്ങള് കർത്താവെ ആ നൂറ്റാണ്ടുകളായിട്ട് പലരുടെയും പല മനുഷ്യരിലൂടെ കർത്താവെ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ എഴുതിയ ആ തിരുവചനം എത്ര കൃത്യതയോടെ കർത്താവ് പൂർത്തീകരിക്കും തക്കവണ്ണം ആ കാലത്തേക്കെങ്കില് യേശുവിനെ അങ്ങ് അയച്ചുവല്ലോ. ഈ വചനം എത്ര അതിശയകരമായിട്ടുള്ള ഒരു വചനം കർത്താവ്. ഞങ്ങൾ എത്ര കുറച്ച് ഈ വചനത്തെ വിലമതിച്ചിട്ടുള്ളൂ. ഈ കർത്താവ് ഈ വചനത്തെ, ഈ തിരുവചനത്തെ, ഇതിന്റെ വാഗ്ദത്തങ്ങളെ എല്ലാം വിലമതിക്കുവാൻ കർത്താവ്, ഇത് ഞങ്ങളിലും യേശുവിൽ വചനം മാംസമായി തീർന്നത് പോലെ, യേശുവിന്റെ കർത്താവ് ആത്മമനുഷ്യന്റെ ഭാഗമായിട്ട് വചനം മാറി തീർന്നത് പോലെ കർത്താവെ ഞങ്ങളിൽ ഈ വചനം ജഡമായി തീരണം, വചനം മാംസമായി തീരണം. അതിനായിട്ട് ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ നിറച്ചാട്ടെ. സ്നേഹിതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഫ്രഷ് ആയിട്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുതുവിനാൽ നിറച്ചാട്ടെ. അങ്ങയിൽ പറഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളെ കാണുന്നവർക്ക് കർത്താവെ ഞങ്ങളെന്ന് ആ പാറപ്പിളർപ്പിൽ മറഞ്ഞിരിക്കുന്നതുകൊണ്ട് കർത്താവെ മറ്റുള്ളവർക്ക് യേശുവിനെ കാണാൻ സാധിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ കർത്താവെ പാറപ്പിളർപ്പിൽ മറഞ്ഞിരിക്കുന്ന മണവാട്ടിയെ പോലെ മണവാളിന്റെ കർത്താവെ മണവാളിനുമായിട്ടുള്ള ആ ഒരു രഹസ്യ സംഭാഷണത്തിൽ എപ്പോഴും അടുപ്പാൻ അകത്തെ മുറിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരുമെന്ന് പറഞ്ഞല്ലോ കർത്താവെ. ആ രഹസ്യത്തില് ആത്മമണവാളിനുമായിട്ട് ഞങ്ങളുടെ സ്വർഗീയ പിതാവുമായിട്ട് ഉള്ള ആ ഒരു ഇടപാട് കർത്താവെ, അതാണ് ഞങ്ങൾക്ക് വേണ്ടത് കർത്താവെ. ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പുറമെയുള്ള ഒരു ഭക്തിയുടെ വേഷമല്ല, മറിച്ച് പാറപ്പിളർപ്പിനിടയില് കർത്താവെ, ആ കർത്താവ് പാറപ്പിളർപ്പില് കർത്താവെ അവിടെ അത് ഇടുക്കവും ഞെരുക്കവും ഒക്കെ ഉണ്ട്. അവിടെ കർത്താവെ തൊഴിൽ കുട്ടി ഒഴിക്കുമായിരിക്കും, അവിടെ വേസ്റ്റ് ഇടുന്ന സ്ഥലമായിരിക്കും പാറപ്പിളർപ്പൊക്കെ. പക്ഷെങ്കിലും കർത്താവെ അവിടെ ലോകം ചപ്പും ചവറ് എറിയുന്നിടത്ത് കർത്താവെ അവിടെ അവിടുത്തെ മഹത്വത്തെ കാണുവാന് കർത്താവെ ആ രക്തത്തിലും ജലത്താലും കഴുകപ്പെട്ട്, രക്തത്താലും വചനത്താലും കഴുകപ്പെട്ട് കർത്താവെ അവിടുത്തെ തേജസ്സിനെ കാണുവാനും അങ്ങോട്ട് സംസാരിക്കുവാനും അങ്ങനെ നിന്ന് കേൾക്കുവാനും അങ്ങനെ മറിഞ്ഞിരിപ്പാനും കർത്താവെ ആ മണവാട്ടിയായിട്ട് ഒരു നാളിൽ വെളിപ്പെടുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നന്ദി കർത്താവെ, നന്ദി യേശുവേ, നന്ദി. ഞങ്ങൾക്ക് എത്രത്തോളം ഞങ്ങളെ പോഷിപ്പിച്ചതിനെ സ്തുതിക്കുന്നു കർത്താവെ. വചനത്തിന്റെ നിറവിൽ തന്നെ ഞങ്ങളെ നടത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു.